താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് രാസവസ്തുവിന്റെ ഉൽപാദനം കുറയുന്നത് മൂലമാണ് പാർക്കിൻസൺസ് എന്ന രോഗമുണ്ടാകുന്നത്? സംസ്ഥാനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന തർക്കങ്ങളെക്കുറിച്ച് അന്വേഷണ വിചാരണ നടത്തുവാനും ഉപദേശിക്കുവാനും പ്രസിഡന്റിന് അധികാരമുണ്ടായിരിക്കും. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം രൂപീകൃതമായത് ഏത് ആക്ട് പ്രകാരം? അപ്പോഴേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം എടാ നിങ്ങളെ ഈ നാളെ പരീക്ഷ ഉള്ള ആൾക്കാർ ഈ കറണ്ട് അഫയേഴ്സ് എത്ര മാർക്കിന് ചോദിക്കുമെന്ന് കേട്ട് കഴിഞ്ഞാൽ, കറണ്ട് അഫയേഴ്സ് നമുക്ക് നോർമലി ഇതിന് 10 മാർക്കാണ് പറയുന്നത്, 10 മാർക്കാണ് പറയുന്നതെങ്കിലും 10 മാർക്കോളൊന്നും അങ്ങനെ ചോദിക്കാറില്ല ഈ പറയുന്ന ഫോഴ്സ് എക്സാമുകൾക്ക്, മനസ്സിലായില്ലേ? പക്ഷെ ചോദിക്കുന്നത് അത്യാവശ്യം നിലവാരമുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. ഇപ്പം തന്നെ നമുക്ക് ഇതിന് മുമ്പ് നടന്ന നിങ്ങൾക്ക് ഏകദേശം ഈ സിലബസ് ഉള്ളൊരു പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറാണ് പരീക്ഷ, മനസ്സിലായില്ല? ആ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയ്ക്കും ചോദ്യം ഉണ്ടായിരുന്നു, മനസ്സിലായില്ലേ? സിവിൽ ജൂൺ 15 വരെയുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കണം, ജൂൺ 15 വരെയുള്ള കാര്യങ്ങൾ കേട്ടോ. ആ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയ്ക്കാണ് നമുക്കൊരു ഇതൊക്കെ ചോദിച്ചത്. അതായത് നമ്മുടെ മറ്റേ ക്രിസ്റ്റി കാവൻട്രി ചോദിച്ച ഓർമ്മയുണ്ട്, ക്രിസ്റ്റി കാവൻട്രി ആരാ? ക്രിസ്റ്റി കാവൻട്രി ഇന്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ അല്ലേ, ഇന്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആണ് ക്രിസ്റ്റി കാവൻട്രി. അത് നമുക്ക് ചോദിച്ച കാര്യമാണ്. അത് ഇപ്പോഴെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് വരുന്ന പരീക്ഷകൾക്ക് അത് ചോദിക്കും, ക്രിസ്റ്റി കാവൻട്രിയുടെ ചോദ്യങ്ങൾ കേട്ടാ. ഇന്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആണ്. ഏത് രാജ്യക്കാരിയാ? സിംബാബ്വെയാണ് അല്ലേ, സിംബാബ്വെയാണ്. പിന്നെ നമുക്ക് അവരുടെ ഇനം ചോദിച്ചായിരുന്നു. അവരുടെ ഇനം എന്താണ് കുട്ടികളെ? അവരുടെ ഇനം നീന്തലാണ് ഇനം. 2 പ്രത്യേകതകളൂടെ പറയുന്നുണ്ടല്ലേ. ആദ്യമായിട്ടാണ് ഒരു വനിത ഈ ഒരു പദവിയിലേക്ക് എത്തുന്നത് അല്ലെ. ഇന്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ ഈ പറയുന്ന അധ്യക്ഷ പദവിയിലേക്ക് ഒരു വനിത എത്തുന്നത് ക്രിസ്റ്റി കാവൻട്രിയാണ്. ആദ്യമായിട്ട് എത്തുന്ന വനിത ക്രിസ്റ്റി കാവൻട്രിയാണ്. അതുപോലെ ആഫ്രിക്കയിൽ നിന്നുള്ള ആദ്യത്തെ വ്യക്തിയും ആരാണ്? ഈ പറയുന്ന ക്രിസ്റ്റി കാവൻട്രിയാണ് ആഫ്രിക്കയിൽ നിന്നുള്ള ആദ്യത്തെ വ്യക്തിയും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ അവരെ കുറിച്ചുള്ളത് ഓർത്തിരിക്കുക. ക്രിസ്റ്റി കാവൻട്രി ഇപ്പം ഇന്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആണ്. സിംബാബ്വെയാണ് രാജ്യം. നീന്തലാണ് അവരുടെ ഇനം. ഓക്കെ, ഈ ഒരു പദവിയിലേക്ക് എത്തുന്ന ആദ്യത്തെ വനിതയും ഈ ഒരു പദവിയിലേക്ക് എത്തുന്ന ആഫ്രിക്ക എന്നുള്ള ആദ്യത്തെ വ്യക്തിയുമാണ്. എത്രാമത്തെ പ്രസിഡന്റാണ് ഇദ്ദേഹം? എത്രാമത്തെ പ്രസിഡന്റാണ് കുട്ടികളെ? എത്രാമത്തെ പ്രസിഡന്റാണ് അദ്ദേഹം? ഇന്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റി എത്രാമത്തെ പ്രസിഡന്റാ? 10ാമത്തെ പ്രസിഡന്റാണ്. ഇന്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ 10ാമത്തെ പ്രസിഡന്റാണ്. ഓക്കെ, ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആരാണ്? ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് പി.ടി. ഉഷയാണ്. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് പി.ടി. ഉഷയാണ്. കേരള ഒളിമ്പിക്സ് അസോസിയേഷനോ? കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ ബി സുനിൽകുമാറാണ്. കേരള ഒളിമ്പിക്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ബി സുനിൽകുമാറാണ്. കേട്ടോ. അപ്പൊ ഇന്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റി ക്രിസ്റ്റി കാവൻട്രിയാണ്. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ ആകുമ്പോൾ പി.ടി. ഉഷയും, കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ ആകുമ്പോൾ വി സുനിൽകുമാറാണ് കേട്ടോ. ഈ +2 ലെവൽ പരീക്ഷകൾക്ക് ഒരു ഇന്റർനാഷണൽ പദവി അങ്ങനെ സാധാരണ ചോദിക്കാറുണ്ട് ഇന്റർനാഷണൽ പദവി. ഓക്കെ, നമുക്കിപ്പോൾ ലോക ബാങ്കിന്റെ പ്രസിഡന്റ് ആരാണ്? വേൾഡ് ബാങ്കിന്റെ പ്രസിഡന്റ് ആരാ കുട്ടികളെ? വേൾഡ് ബാങ്കിന്റെ പ്രസിഡന്റ് അജയ് ബംഗയാണ് അല്ലെ. ലോക ബാങ്കിന്റെ പ്രസിഡന്റ് അജയ് ബംഗയാണ്. അജയ് ബംഗ ലോക ബാങ്കിന്റെ പ്രസിഡന്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അതുപോലെ നമ്മുടെ ഈ IMFന്റെ ഡയറക്ടർ ജനറൽ ആരാണ്? IMFന്റെ ഡയറക്ടർ ജനറലാണ് ക്രിസ്റ്റലീന ജോർജീവ അല്ലെ. ക്രിസ്റ്റലീന ജോർജീവയാണ് IMFന്റെ ഇപ്പോഴത്തെ ഡയറക്ടർ ജനറലാണ്. ആര് കുട്ടികളെ? ക്രിസ്റ്റലീന ജോർജീവയുടെ. ആ പേര് പഠിച്ചോണം കേട്ടോ. IMFന്റെ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അല്ലെങ്കിൽ അന്താരാഷ്ട്ര നാണയനിധിയുടെ ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ ആണെന്ന് കേട്ട് കഴിഞ്ഞാൽ ക്രിസ്റ്റലീന ജോർജീവയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. പിന്നെ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് എല്ലാവർക്കും അറിയായിരിക്കും. UN-ന്റെ ഡയറക്ടർ ജനറൽ ആണ്. UN സെക്രട്ടറി ജനറൽ ആരാ കുട്ടികളെ? UN സെക്രട്ടറി ജനറൽ എല്ലാവർക്കും അറിയാം. അന്റോണിയോ ഗുട്ടറസ് ആണല്ലേ. അന്റോണിയോ ഗുട്ടറസ് ആണ് UN-ന്റെ സെക്രട്ടറി ജനറൽ. രാജ്യം ചോദിക്കാറുണ്ട്. രാജ്യം ഏതാണ്? അന്റോണിയോ ഗുട്ടറസിന്റെ രാജ്യം പോർച്ചുഗലാണ് അല്ലെ. പോർച്ചുഗലാണ്. അന്റോണിയോ ഗുട്ടറസിന്റെ രാജ്യം ഏതാണ് കുട്ടികളെ? പോർച്ചുഗലാണ് കേട്ടോ. ഓക്കെ, അത് ഓർത്തിരിക്കുക.
പിന്നെ നമ്മുടെ WHO ചോദിക്കാറുണ്ട്. WHO മേധാവി ആരാണ്? WHO മേധാവി ആരാണ് കുട്ടികളെ? തെദറോസ് അദനമാണ് അല്ലെ? തെദറോസ് അദനോം. ഓക്കെ, WHO അല്ലെങ്കിൽ ലോക ആരോഗ്യ സംഘടന മേധാവിയാണ് തെദറോസ് അദനോം. അദ്ദേഹത്തിന്റെ രാജ്യം കൊണ്ടൊന്ന് ഓർത്തിരിക്കുക, എത്യോപ്യയാണ് രാജ്യങ്ങളുടെ. എത്യോപ്യയാണ് രാജ്യങ്ങളുടെ. തെദറോസ് അദനോത്തിന്റെ രാജ്യം ഏതാണ് കുട്ടികളെ? എത്യോപ്യയാണ് തെദറോസ് അദനോത്തിന്റെ രാജ്യം. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി UN-ലേക്കുള്ള ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ആരാണ്? UN-ലേക്കുള്ള ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ആരാണ്? UN-ലേക്കുള്ള ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ ഹരീഷ് പാർവതനേനിയാണ്. UN-ലേക്കുള്ള ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ ഹരീഷ് പാർവതനേനിയാണ്. UN-ലേക്കുള്ള ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ഹരീഷ് പാർവതനേനിയാണ്. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ നമ്മുടെ UN-ന്റെ ജനീവ ഘടകത്തിലേക്കാണെങ്കിലോ UN-ന്റെ ജനീവ ഘടകത്തിലേക്കാണെങ്കിൽ അരിന്ദം ബാഗ്ചി കേട്ടാ. UN-ന്റെ ജനീവ ഘടകത്തിലേക്കാണെങ്കിൽ അരിന്ദം ബാഗ്ചിയാണ് കേട്ടോ. UN-ലെ ജനീവ ഘടകത്തിലേക്കാണെങ്കിൽ അരിന്ദം ബാഗ്ചിയാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പം ഹരീഷ് പാർവതനേനി UN-ലേക്കുള്ള ഇന്ത്യയുടെ റെപ്രസെന്റേറ്റീവും അരിന്ദം ബാഗ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UN-ന്റെ ജനീവ ഘടകത്തിലേക്കുള്ള റെപ്രസെന്റേറ്റീവ് ആണ് ആര്? അരിന്ദം ബാഗ്ചി. ഓക്കെ, നമുക്കറിയാം UN-ന്റെ യൂറോപ്പിലെ ആസ്ഥാനം എവിടെയാണ് കുട്ടികളെ? UN-ന്റെ യൂറോപ്പിലെ ആസ്ഥാനം എവിടെയാണ്? UN-ന്റെ യൂറോപ്പിലെ ആസ്ഥാനം ജനീവയിലാണ്. UN-ന്റെ യൂറോപ്പിലെ ആസ്ഥാനം എവിടെ നിന്നിട്ട്? ജനീവയാണ് അല്ലെ? UN-ന്റെ യൂറോപ്പിലെ ആസ്ഥാനം എവിടെയാണ്? ജനീവയിലാണ് UN-ന്റെ യൂറോപ്പിലെ ആസ്ഥാനം വരുന്നത്. ഓക്കെ അല്ലേ? ഓക്കെയാണ്. ശരി, സാറിനടുത്ത് ശകലം സൗണ്ട് കുറയ്ക്കാൻ പറയും. ഒന്ന് പറഞ്ഞത് എനിക്ക് തൊണ്ടായി, ശബ്ദം കിട്ടല്ലേ. ഈ തൊണ്ടയിൽ കഫം കിടക്കുന്ന പിള്ളേരെ ഞാൻ ഇങ്ങോട്ട് പറയുമ്പോൾ ശബ്ദം തിരിച്ച് അങ്ങോട്ട് പിടിക്കണം എന്നെ, മനസ്സിലായില്ലേ? മറ്റേ എന്തെങ്കിലും ഒരു വാക്ക് പറയുമ്പോൾ ഇത് എങ്ങോട്ട് ഇറങ്ങിപ്പോണ്, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് തിരിച്ചു പിടിക്കും പോലെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, കൃഷ്ണേന്ദുവിന്റെ ജലദോഷം മാറിയില്ലേ? കൃഷ്ണേന്ദു എനിക്കില്ലേ? നിങ്ങൾ അജിത് സാറ് കിടപ്പാണ് കേട്ടോ. അജിത് സാർ അങ്ങനെ പനി പിടിച്ച് കിടക്കണ് കേട്ടാ. ക്ലിയർ ആണ്. പിള്ളേരെ പിന്നെ ഒരു ഡൗട്ട്, ജിയുടെ വാല്യൂ കേട്ടോ. ജിയുടെ വാല്യൂ ഒരാൾ ഡൗട്ട് ചെയ്യണം. ജിയുടെ വാല്യൂ ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. ജി. ഓക്കെ, ജിയുടെ ഡൗട്ട് ചോദിച്ചത് പയ്യന്മാരാരുമാണ് ജിയുടെ ഡൗട്ട് ചോദിച്ചത്. ഓക്കെ പിള്ളേരെ, ഈ ജി എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടില്ല? ജി എന്ന് പറഞ്ഞാൽ എന്താണ്? ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുത്വാകർഷണ ത്വരണം അല്ലെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയും അല്ലേ? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയും കേട്ടോ. ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നതാണ് അതിൻ്റെ പൂർണ്ണരൂപം കേട്ടോ. ജി എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നതാണ് അതിൻ്റെ പൂർണ്ണരൂപം. ഓക്കെ, ഇനി എന്താണ് ഈ ജി എന്ന് കേട്ട് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഒരു വസ്തു, അതായത് ഭൂമി ഏതൊരു വസ്തുവിനെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ആകർഷിക്കുന്നുണ്ട്. ഭൂമി ഏതൊരു വസ്തുവിനെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നുണ്ട്. അപ്പം ആ ഒരു വസ്തുവിന് മേൽ തുല്യമായൊരു ഓപ്പോസിറ്റ് ബലം നമ്മൾ കൊടുത്തില്ലെങ്കിൽ, ആകർഷത്തിന്, ഉദാഹരണത്തിന് ഈ ബോട്ടിൽ. ഓക്കെ, ഈ ബോട്ടിൽ ഇപ്പം ഞാൻ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. ഈ ബോട്ടിലിനെ കണ്ടുകൂടെ? കളർ മോശം. ഓക്കെ, കളർ പച്ച കളറായതുകൊണ്ടാണ്. ഈ ഒരു പെട്ടിയെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു പെട്ടിയെ ഞാനിങ്ങനെ പിടിച്ചിരിക്കുകയാണ്. ഈ ഒരു പെട്ടിയെ ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നുണ്ട്. മനസ്സിലായ? പിന്നെ എന്തുകൊണ്ട് ഇത് താഴോട്ട് പോകുന്നില്ല എന്നിട്ട്? എന്തുകൊണ്ട് താഴോട്ട് പോകുന്നില്ല? ആ ആകർഷണ ബലത്തിന് എതിരായിട്ട് ഒരു എതിർബലം ഞാൻ കൊടുത്തിരിക്കുന്നത് കൊണ്ടാണ്. മനസ്സിലായില്ലേ? ഈ ആകർഷണ ബലത്തിന് എതിരായിട്ട് ഒരു എതിർബലം ഞാൻ കൊടുത്തിരിക്കുന്നത് കൊണ്ടാണ് താഴോട്ട് പോകാത്തത്. മനസ്സിലായ? ഇനി ആ ബലം ഇല്ലാതാവുകയാണെങ്കിൽ, അതായത് ആ ഒരു ആകർഷണ ബലത്തിന് എതിരെയുള്ള ബലം ഇല്ലാതാവുകയാണെങ്കിൽ ഇതെന്ത് ചെയ്യും കുട്ടികളെ? ഇത് താഴോട്ട് പോകുമല്ലോ. ഇത് താഴോട്ട് എന്ത് ചെയ്യും? താഴോട്ട് പോകും. മനസ്സിലായ? ആ താഴോട്ട് പോകുന്ന ആ ഒരു ആക്സിലറേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ജി എന്ന് പറയുന്നത്. അത് പോകുന്നത് ഏതൊരു ത്വരണത്തിനെന്ന് കേട്ട് കഴിഞ്ഞാൽ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്ന ത്വരണത്തിലായിരിക്കും താഴോട്ട് പോകുന്നത്. മനസ്സിലായില്ലേ? 9.8 മീറ്റർ പെർ സെക്കൻഡ് എന്ന ത്വരണത്തിലായിരിക്കും ഇത് എന്ത് ചെയ്യുന്നത്? താഴോട്ട് പോകുന്നത്. മനസ്സിലായ കുട്ടികളെ? മനസ്സിലായി? ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഭൂഗുരുത്വ ത്വരണം കൂടുതൽ എവിടെയാണ്? കുട്ടികളെ?
ഭൂഗുരുത്വ ത്വരണം കൂടുതൽ ധ്രുവപ്രദേശങ്ങളിലാണ് കൂടുതൽ. ധ്രുവപ്രദേശങ്ങളിൽ 9.83 ആണ് അല്ലെ, 9.83 ആണ്, 9.83 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്, 9.83 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ധ്രുവപ്രദേശങ്ങളിൽ എന്തിന്റെ വാല്യൂ എന്ന് പറയുന്നത്, ജിയുടെ വാല്യൂ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കുറവ് എവിടെയാണ് വരുന്നത്, കുറവ് വരുന്നത് ഭൂമധ്യരേഖാ പ്രദേശത്താണ്. കുറവ് വരുന്നത് ഭൂമധ്യരേഖാ പ്രദേശത്താണ്. കുറവ് വരുന്നത് ഭൂമധ്യരേഖാ പ്രദേശത്ത് എത്രയാണ്, 9.78 ആണ്. 9.78 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. 9.78 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഓക്കെ, ഈ ഭൂഗുരുത്വ ത്വരണവും നമ്മുടെ ഭാരവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നമ്മുടെ ഭാരവും ഭൂഗുരുത്വ ത്വരണവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ കുട്ടികളെ? ഭാരവും ഭൂഗുരുത്വ ത്വരണവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ബന്ധമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഭാരവും ഭൂഗുരുത്വ ത്വരണവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഭാരവും തമ്മിൽ ബന്ധമുണ്ട് കേട്ടോ, ഭാരവും തമ്മിൽ ബന്ധമുണ്ട്. മാസുമായിട്ട് എന്തില്ല, ബന്ധമില്ല. മനസ്സിലായില്ലേ? മാസുമായിട്ട്, അതായത് പിണ്ഡവുമായിട്ട് ബന്ധമില്ല. ഓക്കെ ആണല്ലോ, പിണ്ഡവുമായിട്ട് ബന്ധമില്ല. പിണ്ഡം എല്ലായിടത്തും കോൺസ്റ്റന്റ് ആണ് അല്ലേ, പിണ്ഡം എല്ലായിടത്തും കോൺസ്റ്റന്റ് ആണ്, എല്ലായിടത്തും സെയിം ആയിരിക്കും പിണ്ഡം. എന്നാൽ ഭാരം അങ്ങനെയാണോ? ഭാരം എല്ലായിടത്തും കോൺസ്റ്റന്റ് ആയിരിക്കുമോ? നമുക്ക് അല്ല. ഓക്കെ, നമുക്ക് ഈ പറയുന്ന ധ്രുവപ്രദേശത്ത് പോയി നമ്മൾ ഭാരം നോക്കുകയാണെങ്കിൽ നമുക്ക് സാധാരണ ഉള്ളതിനേക്കാൾ ഭാരം കൂടുതലാണോ കുറവായിരിക്കോ? സാധാരണ ഉള്ളതിനേക്കാൾ ഭാരം കൂടുതലായിരിക്കും. കാരണം അവിടെ എന്ത് കൂടുതലാണ്, ജിയുടെ വാല്യൂ കൂടുതലാണ് അല്ലേ, ജിയുടെ വാല്യൂ കൂടുതലാണ്. അതുകൊണ്ട് അവിടെ നമുക്ക് ഭാരം കൂടുതലായിരിക്കും. ധ്രുവപ്രദേശങ്ങളിൽ ഭാരം കൂടുതലായിരിക്കും. ഭൂമധ്യരേഖാ പ്രദേശത്ത് എന്തായിരിക്കും കൂടുതലേ? ഭൂമധ്യരേഖാ പ്രദേശത്ത് ഭാരം കുറവായിരിക്കും. കാരണം അവിടെ ജിയുടെ വാല്യൂ കുറവായതുകൊണ്ട് ഭാരം കുറവായിരിക്കും കേട്ടോ. ഓക്കെ, ക്ലിയർ ആണ്. ഇതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, ജസ്റ്റ് ഡൗട്ട് ചോദിച്ചു. ഈ വാല്യൂ ഒന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഇത് എവിടെയൊക്കെയാണ് കൂടുതൽ എവിടെയാണ് കുറവെന്നുള്ള കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക, ചിലപ്പോൾ ചോദിക്കും. ഓക്കെ, ശരി. അപ്പം നമുക്ക് നമ്മുടെ ഇന്നത്തെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ഓരോ സബ്ജക്റ്റിലെയും 10 ചോദ്യം ഇതിനെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ബയോളജി ആൻഡ് പബ്ലിക് ഹെൽത്തിലെ 10 ചോദ്യങ്ങളാണ്. ഓരോ റൗണ്ട് കഴിയുമ്പോഴും നിങ്ങൾക്ക് എത്രണ്ണം സ്കോർ ചെയ്യാൻ പറ്റിയെന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങളെ അങ്ങ് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അല്ല എടുത്തിരിക്കുന്നത്. ചോദിക്കാൻ ചാൻസ് ഉള്ള, നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിരിക്കുന്നത്. ഓക്കെ അല്ലടാ? ഓക്കെ ആണ്, സ്റ്റാർട്ട് ചെയ്യാമല്ലോ. നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, ക്ലിയർ ആണ്. ചെയ്തോ? താഴെ പറയുന്ന പ്രസ്താവനകളിൽ ബെറിയെ സംബന്ധിച്ച് ശരിയായ ഓപ്ഷൻ ഏതെന്ന് തിരഞ്ഞെടുക്കുക. ബെറിയെ സംബന്ധിച്ച് ശരിയായ ഓപ്ഷനാണ് തിരഞ്ഞെടുക്കേണ്ടത്. ശ്രദ്ധിച്ച് കേൾക്കുക. വൈറ്റമിൻ B2 അല്ലെങ്കിൽ B2 വൈറ്റമിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ്. B2 വൈറ്റമിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണോ ബെറി? അല്ല. B2 വൈറ്റമിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമല്ല. തയാമിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ്. തയാമിൻ്റെ അഭാവം ശരിയാണോ? തയാമിൻ്റെ പേരെന്താ കുട്ടികളെ? തയാമിൻ്റെ പേരെന്താണ് കുട്ടികളെ? B1 എന്നാണ് അല്ലേ? B1 എന്നാണ് തയാമിൻ്റെ പേരല്ലേ? B1. ഓക്കെ, അതായത് B1 ആണ് തയാമിൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ തയാമിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണോ ഇത്? തയാമിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ശരിയാണ്. അപ്പോൾ ഒന്ന് തെറ്റായത് കൊണ്ട് തന്നെ നമുക്കിവിടെ C ഓപ്ഷൻ നമുക്ക് കളയാം. അതുപോലെ B ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ കളയാം? B ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്ത് കളയാം. ഓക്കെ, സിയും ബിയും നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. ഓക്കെ, ഇനി അടുത്തത് നമുക്കുള്ളത് എയും ഉണ്ട് ഡിയും ഉണ്ട്. ശിശുക്കളിലും ചെറിയ കുട്ടികളിലുമുള്ള പോഷകാഹാര വൈകല്യം എന്ന് കൊടുത്തിട്ടുണ്ട്. ശിശുക്കളിലും ചെറിയ കുട്ടികളിലുമുള്ള പോഷകാഹാര വൈകല്യം അല്ല. ഓക്കെ, ശിശുക്കളിലും ചെറിയ കുട്ടികളിലും ഉണ്ടാകുന്ന പോഷകാഹാര വൈകല്യം അല്ല. ഈ രോഗം കൂടുതലുള്ള രാജ്യങ്ങളിൽ പ്രധാന ഭക്ഷണമായി മിനുക്കിയ അരി ഉൾപ്പെടുത്തുന്നതായി കണ്ടുവരുന്നു. അതും ശരിയാണ്. ന്യൂറൈറ്റിസ്, പക്ഷാഘാതം, പേശീവേദന, മാനസിക തകർച്ച, ഹൃദയസ്തംഭനം എന്നിവയാണ് ലക്ഷണങ്ങൾ. മനസ്സിലായ? ന്യൂറൈറ്റിസ്, പക്ഷാഘാതം, പേശീവേദന, മാനസിക തകർച്ച, ഹൃദയസ്തംഭനം എന്നിവയാണ് ലക്ഷണങ്ങൾ. അതും ശരിയാണ്. അപ്പം 2, 4, 5 ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നമുക്കിത് ഇനി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഈ വൈറ്റമിൻ B1 അല്ലെ, വൈറ്റമിൻ B1ന്റെ പേരാണ് തയാമിൻ എന്ന് പറയുന്നത് അല്ലെ. വൈറ്റമിൻ B1ന്റെ പേരാണ് തയാമിൻ എന്ന് പറയുന്നത്. ഓക്കെ,
ഈ വൈറ്റമിൻ B1 അല്ലെങ്കിൽ തയാമിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് ഏതെന്ന് പറയുന്ന കുട്ടികൾ, ഈ പറയുന്ന ബെറി എന്ന് പറയുന്നത്. ബെറി എന്ന് പറയുന്ന രോഗം അതാണ് കേട്ടോ. ബെറി എന്ന് പറയുന്ന രോഗം അതാണ്. ഈ ബെറി എന്ന രോഗം നമുക്ക് ഉണ്ടാകുന്നത് എപ്പോഴും നമ്മൾ കുട്ടിക്കാലത്തല്ല, നമുക്ക് അത്യാവശ്യം നമുക്ക് പ്രായമായതിനു ശേഷം, അതായത് നമ്മളൊന്ന് വളർന്ന് മെച്ചുവർ ആവുന്ന സമയത്താണ് നമുക്കത് ഉണ്ടാവുന്നത്. മനസ്സിലായ? ഓക്കെ. ഇനി ഈ രോഗം നമുക്ക് പ്രതിരോധിക്കാനായിട്ട് നമുക്ക് വൈറ്റമിൻ B1 നമ്മൾ കഴിക്കണം. അപ്പം അത് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഈ പറയുന്ന വൈറ്റമിൻ B1 നമുക്ക് ലഭിക്കുന്നത് ധാന്യങ്ങളുടെ തവിടിൽ നിന്നാണ് ലഭിക്കുന്നത്. ധാന്യങ്ങളുടെ തവിടിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ലഭിക്കുന്നത്. ധാന്യങ്ങളുടെ തവിടിൽ നിന്നാണ് ലഭിക്കുന്നത്. മനസ്സിലായ? അരിയുടെ തവിടിൽ നിന്ന് ലഭിക്കുന്ന അല്ലെങ്കിൽ ധാന്യങ്ങളുടെ തവിടിൽ നിന്ന് ലഭിക്കുന്ന വൈറ്റമിൻ A എന്ന് കേട്ടാൽ അത് വൈറ്റമിൻ B1 ആണ്. ധാന്യങ്ങളുടെ തവിടിൽ നിന്ന് ലഭിക്കുന്ന വൈറ്റമിൻ എന്ന് കേട്ട് കഴിഞ്ഞാൽ പിള്ളേർ ഏതാണ് പിള്ളേരെ? അത് വൈറ്റമിൻ B1 ആണ്. വൈറ്റമിൻ B1 ആണ്. ഓക്കെ. പിന്നെ ഈ രോഗത്തിനൊരു വിശേഷണമുണ്ട്. ഈ രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെന്നാണ് ഈ രോഗത്തിനെ പറയുന്നത്? ഈ രോഗത്തിന്റെ വിശേഷണമുണ്ട്. നിങ്ങൾ ഈ ഐ ക്യാൻ ഡിസീസ് എന്ന് കേട്ടുണ്ടോ? എനിക്ക് വയ്യ നമ്മൾ എപ്പോഴും പറഞ്ഞത് എന്നെ കൊണ്ട് ഒന്നിനും വയ്യ, എനിക്ക് വയ്യ. ഐക്യാൻഡ് എന്നറിയപ്പെടുന്ന രോഗമാണ് ഏത്? ബെറി എന്ന് പറയുന്നത്. മനസ്സിലായി? നമുക്ക് ഈ ബെറി ഇല്ലെങ്കിൽ കൂടി നമ്മൾ പറയും എന്നെ കൊണ്ട് ഒന്നിനും വയ്യ. അത് തന്നെ. അപ്പം ഐക്യാൻഡ് എനിക്ക് വയ്യ എന്നറിയപ്പെടുന്ന രോഗമാണ് എന്ന് പറയുന്ന പിള്ളേരെ ഈ പറയുന്ന ബെറി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ലക്ഷണങ്ങൾ നോക്കിക്കോണേ കുട്ടികളെ. ന്യൂറൈറ്റിസ്, പക്ഷാഘാതം, പേശീവേദന, മാനസിക തകർച്ച, ഹൃദയസ്തംഭനം എന്നിവയാണ് ലക്ഷണങ്ങളായിട്ട് എന്ത് ചെയ്യുന്നത് വരുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി പിള്ളേരെ പറ. ടി ലിംബോസൈറ്റിന്റെ വേർതിരിക്കലിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥി. ടി ലിംബോസൈറ്റ് തൈമസ് അല്ലേ? തൈമസ് ഗ്രന്ഥിയാണ്. ടി ലിംബോസൈറ്റിന്റെ വേർതിരിക്കലിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് തൈമസ് ഗ്രന്ഥിയാണ്. നമുക്കിവിടെ ഈ ടി ലിംബോസൈറ്റും ബി ലിംബോസൈറ്റും നമുക്ക് 4 പോയിന്റ് പഠിക്കാണ്ട്, അത് നിങ്ങൾക്ക് ചോദിക്കുന്നതാണ്. ആ 4 പോയിന്റ് എന്ന് പറഞ്ഞിട്ട് പോവാം. ടി ലിംബോസൈറ്റ് നമ്മളിപ്പോൾ പറഞ്ഞു തൈമസ് ഗ്രന്ഥിയാണെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ജോലികൾ? 2 പ്രധാനപ്പെട്ട ജോലികൾ പറയണം കുട്ടികളെ. വൈറസ് ബാധിച്ച കോശങ്ങളെ നശിപ്പിക്കുന്നത് അല്ലെങ്കിൽ വൈറസിനെതിരെ പ്രവർത്തിക്കുന്നത് ടി ലിംബോസൈറ്റ് ആണ്. ക്യാൻസർ കോശങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നതും ഏതാണ്? ടി ലിംബോസൈറ്റ് ആണ്. അപ്പം വൈറസ് ബാധിച്ച കോശങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നതും ക്യാൻസർ കോശങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നതും ഏതാ കുട്ടികളെ? ടി ലിംബോസൈറ്റ് ആണ്. അടുത്ത് ബി ലിംബോസൈറ്റ് എവിടെയാണ് പാകപ്പെടുന്നത്? അത് ബോൺ മാരോയിലാണ്. 2 പോയിന്റ് പറഞ്ഞേ ബി ലിംബോസൈറ്റിന്റെ 2 പോയിന്റ്. പിള്ളേരെ, 1 ബാക്ടീരിയകൾക്കെതിരെ പ്രവർത്തിക്കുന്നു. രണ്ടാമത്തെ പോയിന്റ് എന്താ? രണ്ടാമത്തെ പോയിന്റ് ആന്റിജനുകളുടെ വിഷാംശത്തെ നിർവീര്യമാക്കുന്നു. ആന്റിജനുകളുടെ വിഷാംശത്തെ എന്ത് ചെയ്യുന്നു കുട്ടികളെ? നിർവീര്യമാക്കുന്നു. ആന്റിജനുകളുടെ വിഷാംശത്തെ നിർവീര്യമാക്കുന്നു. ക്ലിയർ ആണ്? അപ്പം ടി, അതായത് ഒരു സെക്കൻഡ്. ഹലോ, നമസ്കാരം. കോപ്പ്. ഓക്കെ വളരെ വൈറ്റമിൻ കേട്ടോ. സോറി, വൈറ്റമിൻ അല്ല, എല്ലാം പോയി. ലിംബോസൈറ്റ് ടി കമ്പനി കോളായത്. ഓക്കെ, ലിംബോസൈറ്റ് ടി അത് പാകപ്പെടുന്നത് തൈമസ് ആണ്. തൈമസ് ഗ്രന്ഥിയിലാണ് പാകപ്പെടുന്നത്. ഓക്കെ, 2 പോയിന്റ് പഠിച്ചിരിക്കുക. വൈറസ് ബാധിച്ച കോശങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നത് ടി ലിംബോസൈറ്റ്, ക്യാൻസർ കോശങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നത് ഏതാ ഉള്ളത്? ടി ലിംബോസൈറ്റ്. അടുത്ത് ബി ലിംബോസൈറ്റ് പാകപ്പെടുന്നത് ബോൺ മാരോയിലാണ്. ബാക്ടീരിയക്കെതിരെ പ്രവർത്തിക്കുന്നത് ബി ലിംബോസൈറ്റ്. ആന്റിജനുകളുടെ വിഷാംശത്തെ നിർവീര്യമാക്കുന്നത് ഏതാ കുട്ടികളെ? ബി ലിംബോസൈറ്റ്. മനസ്സിലായ? എന്താണ് ആന്റിജൻ? നിങ്ങൾ എന്ത് പറയും? ആന്റിജൻ എന്ത് പറയും? ആന്റിജന്റെ നിർവചനം നിങ്ങൾ എന്ത് പറയും? നമ്മുടെ ശരീരത്തിലേക്ക് എത്തി നമ്മുടെ രോഗപ്രതിരോധ സംവിധാനങ്ങളെ ഉത്തേജിപ്പിക്കുന്ന പ്രോട്ടീനുകളെയാണ്, മനസ്സിലായി? നമ്മുടെ ശരീരത്തിലേക്ക് എത്തി നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തെ ഉത്തേജിപ്പിക്കുന്ന
പ്രോട്ടീനുകളെയാണ് ആന്റിജനുകൾ എന്ന് പറയുന്നത്. മനസ്സിലായി? ആന്റിജൻ എന്ന് പറയുന്നത് ഈ ആന്റിജനെതിരെ പ്രവർത്തിക്കുന്ന പ്രോട്ടീനുകളാണ് ആന്റിബോഡികൾ, അല്ലേ? ആന്റിജനെതിരെ പ്രവർത്തിക്കുന്ന പ്രോട്ടീനുകളെയാണ് ആന്റിബോഡി എന്ന് പറയുന്നത്. അപ്പൊ ഏതൊരു പ്രോട്ടീനാണോ നമ്മുടെ ബോഡിയിലേക്ക് എത്തിയതിനു ശേഷം നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ അത് ആക്റ്റീവ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ ആന്റിജൻ എന്ന് പറയുന്നത്. എന്താ കുട്ടികളെ? ആന്റിജൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? മനസ്സിലായി? ഓക്കെ ഓക്കെ. പറ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് രാസവസ്തുവിന്റെ ഉൽപാദനം കുറയുന്നത് മൂലമാണ് പാർക്കിൻസൺസ് എന്ന രോഗം ഉണ്ടാകുന്നത്? പാർക്കിൻസൺസ് എന്ന രോഗം ഏതാ പിള്ളേരെ? ഡോപ്പമിൻ. ഡോപ്പമിൻ 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 മനസ്സിലായല്ലോ? ഡോപ്പമിൻ. ഡോപ്പമിൻ എന്ന് പറയുന്ന രാസവസ്തുവിന്റെ ഉൽപാദനം കുറയുന്നത് കൊണ്ടാണ് നമുക്ക് പാർക്കിൻസൺസ് അല്ലെങ്കിൽ ഷേക്കിംഗ് പാൾസി എന്നറിയപ്പെടുന്ന പാർക്കിൻസൺസ് രോഗം ഉണ്ടാകുന്നത്. മനസ്സിലായല്ലോ കുട്ടികളെ? ഷേക്കിംഗ് പാൾസി. ഓക്കെ, ക്ലിയർ ആണ്. അപ്പം ഞാൻ പറയുന്ന ശ്രദ്ധിച്ച് കേട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? മറുപടി പറയണം കേട്ടോ. അത് ഞാൻ ചോദിക്കുന്നത്, അതായത് നമ്മളെ ഈ മസ്തിഷ്കത്തില് ഒരു തരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുമ്പോൾ ഉണ്ടാകുന്ന രോഗം ഏതാണ്? മസ്തിഷ്കത്തിൽ നമ്മളെ ഒരു അലയമായിട്ടുള്ള ഒരു തരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുമ്പോൾ ഉണ്ടാകുന്ന രോഗം ഏതാണ്? മസ്തിഷ്കത്തിലെ നാഡീകലകളില് അലയമായ ഒരു തരം പ്രോട്ടീനുകൾ അടിഞ്ഞുകൂടുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് ഏത് കുട്ടികളെ? അൽഷിമേഴ്സ്. ഏതാണ്? അൽഷിമേഴ്സ് അല്ലേ? അൽഷിമേഴ്സ്. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞുതരാം. മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ അലേയമായ ഒരു തരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്ന രോഗമാണ് എന്ന് പറയുന്നത് അൽഷിമേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അലേയമായ പ്രോട്ടീൻ അൽഷിമേഴ്സ്. ഓക്കെ, ക്ലിയർ ആണ്. ഇനി അടുത്ത്, മസ്തിഷ്കത്തിലെ ന്യൂറോണുകൾ നശിക്കുമ്പോഴുണ്ടാകുന്ന രോഗം ഏത്? മസ്തിഷ്കത്തിലെ ന്യൂറോണുകൾ നശിക്കുമ്പോഴുണ്ടാകുന്ന രോഗം എന്ന് ചോദിച്ചാലും അൽഷിമേഴ്സ്. മനസ്സിലായ? അലേയമായ പ്രോട്ടീൻ അടിഞ്ഞുകൂടുമ്പോഴുണ്ടാകുന്ന രോഗം അൽഷിമേഴ്സ്, ന്യൂറോണുകൾ നശിക്കുമ്പോഴുണ്ടാകുന്ന രോഗം അൽഷിമേഴ്സ്. ന്യൂറോണുകൾ നശിക്കുമ്പോഴുണ്ടാകുന്ന രോഗം ഏതാണ് കുട്ടികളെ? അൽഷിമേഴ്സ് ആണ്. ഓക്കെ, എങ്കിൽ പറ, അൽഷിമേഴ്സിന്റെ വിശേഷണം എന്താണ്? അൽഷിമേഴ്സിന്റെ വിശേഷണം എന്താണ്? സ്മൃതി നാശരോഗം. അൽഷിമേഴ്സിന്റെ വിശേഷണം എന്താണ്? സ്മൃതി നാശരോഗം. അപ്പൊ സ്മൃതി നാശരോഗം എന്നറിയപ്പെടുന്നത് ഏതാണ് കുട്ടികളെ? അൽഷിമേഴ്സിനെയാണ് സ്മൃതി നാശരോഗം എന്നറിയപ്പെടുന്നത് അൽഷിമേഴ്സിനെയാണ്. ഓക്കെ ആണ്. എങ്കിൽ പറ, അൽഷിമേഴ്സ് ദിനം ഏതാണ്? അൽഷിമേഴ്സ് ദിനം സെപ്റ്റംബർ 21 അൽഷിമേഴ്സ് ദിനം. സെപ്റ്റംബർ 21 അൽഷിമേഴ്സ് ദിനം. ഓക്കെ, ക്ലിയർ ആണ്. അൽഷിമേഴ്സിന്റെ ലക്ഷണങ്ങൾ ചോദിക്കാറുണ്ട്. എന്താ ലക്ഷണങ്ങൾ? അൽഷിമേഴ്സിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? വളരെ കേവല ഓർമ്മകൾ പോലും ഇല്ലാതാകും. മനസ്സിലായി? ഇത് മറവി രോഗമാണ്. കേവല ഓർമ്മകൾ പോലും എന്ത് ചെയ്യും? ഇല്ലാതാകും. കേവല ഓർമ്മകൾ പോലും. മനസ്സിലായ? ദിനചര്യകൾ ചെയ്യാൻ കഴിയാതെ വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ബന്ധുക്കളെയും കൂട്ടുകാരെയും തിരിച്ചറിയാതാവും. അത് നിങ്ങൾക്ക് ജോലി കിട്ടിയില്ലാവും. ബന്ധുക്കളെയും കൂട്ടുകാരെയും തിരിച്ചറിയാതാവും. മനസ്സിലായ? ക്ലിയർ ആണല്ലോ. അത് ഏകദേശം അങ്ങനെയൊക്കെയാണ് കേട്ടോ. മനസ്സിലായ? അപ്പോൾ കേവല ഓർമ്മകൾ പോലും ഇല്ലാതാകും. കൂട്ടുകാരെയും ബന്ധുക്കളെയും തിരിച്ചറിയാൻ കഴിയാതെ വരും. പിന്നെ ദിനചര്യകൾ പോലും ചെയ്യാൻ കഴിയാതാവുന്ന ഒരു കണ്ടീഷനാണ് എന്ന് പറയുന്ന പിള്ളേർ അൽഷിമേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ തന്മാത്ര സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒന്നും ആലോചിക്കേണ്ട. തന്മാത്ര സിനിമയിലെ ലാലേട്ടൻ്റെ പ്രകടനം ഒന്ന് ആലോചിച്ചാൽ മതി, നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും അത്. ഓക്കെ, തന്മാത്ര സിനിമയിൽ മോഹൻലാലിന് ആ രോഗമുള്ളതിനേക്കാൾ എന്നെ വിഷമിപ്പിച്ച കാര്യം എന്നറിയാമോ? മോഹൻലാലിന് അസുഖം ഉള്ളപ്പോൾ പോലും ജഗതി എന്തെന്നറിയാമോ? ജഗതി ഒത്തിരി കോമഡിയൊക്കെ കാണിച്ച് അദ്ദേഹത്തിന് എല്ലാം സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ മോഹൻലാലിൻ്റെ അസുഖം കൊണ്ട് നമ്മൾ ആകെ ഡിസ്റ്റർബായിട്ടിരിക്കുകയാണ്. പെട്ടെന്ന് ജഗതി മരിച്ച്. ശുഭം. നമ്മളങ്ങ് പ്രേക്ഷകനെ കൊന്നുകളഞ്ഞ് ഇതിനേക്കാളും നമ്മളെ കൊന്നുകളഞ്ഞെന്ന് തോന്നുന്നു ആ സിനിമ. ഞാൻ ഒരു തവണ സിനിമ കണ്ടിട്ടുള്ളൂ, പിന്നെ കാണാൻ പറ്റൂല. ഓക്കെ, ക്ലിയർ ആണ്. ഇനി അടുത്ത് രണ്ടാമത് ഞാൻ ചോദിക്കണം, ശ്രദ്ധിച്ചാണ് പിള്ളേരെ. മസ്തിഷ്കത്തിലെ ഗാംഗ്ലിയോണുകളുടെ നാശം.
പിള്ളേരെ മസ്തിഷ്കത്തിലെ ഗാംഗ്ലിയോണുകളുടെ നാശം എന്ന് ചോദിച്ചാൽ പാർക്കിൻസൺസ് രോഗമാണ്. പാർക്കിൻസൺസ് രോഗമാണ്. പാർക്കിൻസൺസ് രോഗം. മസ്തിഷ്കത്തിലെ ഗാംഗ്ലിയോണുകളുടെ നാശം പാർക്കിൻസൺസ് രോഗമാണ്. ഗാംഗ്ലിയോണുകളുടെ നാശം പാർക്കിൻസൺസ് രോഗമാണ്. ഓക്കെ അല്ലേ? അടുത്ത് ഡോപ്പമിൻ എന്ന നാഡീയ പ്രേഷകം. ഡോപ്പമിൻ എന്ന് പറയുന്ന നാഡീയ പ്രേഷകം അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ ഉൽപാദനം കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗം ഏതാ കുട്ടികളെ? അത് പാർക്കിൻസൺസ് ആണ്. ഏതാണ്? പാർക്കിൻസൺസ് ആണ് കേട്ടോ. പാർക്കിൻസൺസ്. രണ്ട് കാര്യങ്ങൾ: മസ്തിഷ്കത്തിലെ ഗാംഗ്ലിയോണുകളുടെ നാശം പാർക്കിൻസൺസ്, ഡോപ്പമിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ നാഡീയ പ്രേഷണത്തിന്റെ ദോഷം അല്ലെ ഉൽപാദനക്കുറവ് ഏതാണ് കുട്ടികളെ? ഈ പറയുന്ന പാർക്കിൻസൺസിൻ്റെതാണ്. പാർക്കിൻസൺസിന്റെ വിശേഷണം പറഞ്ഞേ. പാർക്കിൻസൺസിന്റെ വിശേഷണമാണ് ഷേക്കിംഗ് പാഴ്സി അല്ലേ പിള്ളേരെ? ഷേക്കിംഗ് പാഴ്സി എന്നറിയപ്പെടുന്നത് പാർക്കിൻസൺസ് ആണ്. ഷേക്കിംഗ് പാഴ്സി. ഓക്കെ, പാർക്കിൻസൺസ് ദിനം പറഞ്ഞേടാ. പാർക്കിൻസൺസ് ദിനം പറഞ്ഞേ. ഏപ്രിൽ 11 പാർക്കിൻസൺസ് ദിനം കേട്ടോ. ഏപ്രിൽ 11 പാർക്കിൻസൺസ് ദിനം. ഏപ്രിൽ 11 കേട്ടോ. പാർക്കിൻസൺസ് ദിനം ഏപ്രിൽ 11. ഇനി അടുത്ത് നിങ്ങൾ ലക്ഷണങ്ങൾ പറഞ്ഞേ. വായിൽ നിന്ന് ആദ്യം ഇത് മനസ്സിലായിക്കോ. വായിൽ നിന്ന് ഉമിനീരൊഴുകുക. ഓക്കെ, അപ്പൊ പല ആലോചിക്കുന്നത് ഇപ്പൊ രാവിലെ ഉറക്കം കഴിക്കുമ്പോൾ വായിൽ നിന്ന് ഉമിനീരൊക്കെ ഇങ്ങനെ ഒലിച്ചിരിപ്പുണ്ട്. അത് ഇത് തന്നെ അങ്ങനെ ചിന്തിക്കുന്ന ആയതുകൊണ്ടാ ഇപ്പം. അത് വേറെ ഇത് വേറെ. അത് വായിൽ തുറന്ന് വല്ല തിന്നണേക്ക് ആലോചിച്ചിട്ട് കിടന്നു കഴിഞ്ഞാൽ മിക്കവാറും രാവിലെ എനിക്ക് എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവാറുണ്ട്. അതല്ല ഇത്. ദൈവമേ, എനിക്ക് പാർക്കിൻസൺസ് പിടിച്ചെന്ന് ചിന്തിക്കണ്ട കേട്ടാ. വായിൽ നിന്ന് ഉമിനീർ ഒഴുകുക കേട്ടാ. ശരീരത്തിന് വിറയൽ. എന്താ പിള്ളേരെ? ശരീരത്തിന് വിറയൽ ഉണ്ടാകും. ഓക്കെ, മനസ്സിലായല്ലോ കുട്ടികളെ? അതുപോലെ തന്നെ പേശികളുടെ ക്രമരഹിതമായ ചലനം. ഓക്കെ, പിന്നെ നമ്മളെ ശരീരത്തിന്റെ തുലന നില നഷ്ടപ്പെടും കേട്ടോ. ബാലൻസ് എന്ത് ചെയ്യും കുട്ടികളെ? നഷ്ടപ്പെടും. ഓക്കെ, ഇത് ചോദിക്കൂടെ? ഇത് ചോദിച്ചിട്ടുണ്ടോ? ലക്ഷണങ്ങൾ ചോദിക്കുമോ രോഗങ്ങളുടെ? ചോദിക്കും. ഈ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് SCERTയിലെ നമ്മുടെ ഈ പറയുന്ന ന്യൂറോൺസുമായി ബന്ധപ്പെട്ട ചാപ്റ്ററിൽ നിന്നാണ്. ഇത് ലക്ഷണം തന്നിട്ട് രോഗം ചോദിക്കുക, അല്ലെങ്കിൽ രോഗത്തിന്റെ ലക്ഷണം ചോദിക്കും കേട്ടോ. അപ്പോൾ ഉമിനീർ ഒഴുകുക, ശരീരത്തിന് വിറയൽ സംഭവിക്കുക, പേശികളുടെ ക്രമരഹിതമായ ചലനം, തുലന നില നഷ്ടപ്പെടുക, ഇതൊക്കെയാണ് ഏതെന്ന് പറയുന്ന പിള്ളേരെ ഈ പറയുന്ന പാർക്കിൻസൺസിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായി? അടുത്ത് ശ്രദ്ധിച്ച് കേൾക്കണേ. തലച്ചോറില് ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗം ഏതാണ്? തലച്ചോറിൽ ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് ഏത് കുട്ടികളെ? അപസ്മാരം. ഏതാണ്? അപസ്മാരം. തലച്ചോറിൽ ക്രമരഹിതമായിട്ടുള്ള വൈദ്യുത പ്രവാഹം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് എന്ന് പറയുന്ന പിള്ളേരെ അപസ്മാരം. ഏതാണ്? അപസ്മാരം. ക്ലിയർ ആണ്? ഈ നമ്മള് പാർക്കിൻസൺസിൽ വായിൽ നിന്ന് ഉമിനീര് പറഞ്ഞേ, അപസ്മാരം വന്നു കഴിഞ്ഞാൽ വായിൽ നിന്ന് എന്താ വരുന്നേ? അപസ്മാരമാണെങ്കിൽ വായിൽ നിന്ന് നുരയും പതയും വരും. വായിൽ നിന്ന് നുരയും പതയും വരും. അപസ്മാരമാണെങ്കിൽ വായിൽ നിന്ന് നുരയും പതയും വരും. പല്ല് കടിച്ചു പിടിക്കും. പേശി സങ്കോചം മൂലമുള്ള അതായത് നമ്മുടെ മസിലൊക്കെ ഇങ്ങനെ ഇറുക്കി പിടിച്ചിട്ട് ഇങ്ങനെ സന്നി വരും, വിറയൽ വരും. പേശി സങ്കോചം മൂലമുള്ള സന്നി, അല്ലെങ്കിൽ ആ ഒരു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വല്ലാത്ത, നിങ്ങൾ ഈ കണ്ടിട്ടില്ലേ സിനിമയിലേയും കണ്ടിട്ടില്ലേ അപസ്മാരം? അപസ്മാരം നമ്മൾ ഭയങ്കര സ്ട്രോങ് ആവും ഈ അപസ്മാരം വരുന്ന സമയത്ത്. ആളെ ഭയങ്കരമായിട്ട്, കാരണം ഈ മസിലൊക്കെ ഇങ്ങനെ നമ്മളെ ഒരിക്കലും ഒരു ഫ്രണ്ടിൻ്റെ അച്ഛന് ഇതുപോലെ അപസ്മാരം വന്ന്. ഓക്കെ, ഞാനൊക്കെ അന്ന് ജിമ്മിൽ പോയിട്ട് അത്യാവശ്യം നല്ല ബോഡിയൊക്കെ ആയിട്ട് നല്ല ആരോഗ്യം, അതായത് മറ്റേ ബാഹുലി കളിച്ച് നടക്കുന്ന സമയമാണ് കേട്ടോ. ഇയാളെ കയറി ഒരു പിടുത്തം പിടിച്ച് ഇയാൾ എന്നെ എടുത്ത് ഒറ്റ കയറി. എൻ്റെ മകതയേ ഉള്ളൂ ആള്. മനസ്സിലായില്ലേ കേട്ടാ? അന്നാണ് എനിക്ക് മനസ്സിലായത് ഇതിങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്.
എടാ ഇത് സാധാരണ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് കുറച്ച് കഴിയുമ്പോൾ ഇത് നോർമൽ സിറ്റുവേഷനിലോട്ട് ആവും. മനസ്സിലായില്ല? അപസ്മാരം വന്നു കഴിഞ്ഞാൽ കേട്ടോ, നമ്മളത് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ്. എടാ ഇത് കുറച്ച് കഴിയുമ്പോൾ നോർമൽ ആകും. ഓക്കെ, ആ ക്ലിയർ ആണല്ലോ കുട്ടികൾ? അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഈ ലക്ഷണങ്ങളെന്ന് പറയുന്നത്. പിന്നെ രോഗി അബോധാവസ്ഥയിലാവും കേട്ടോ. രോഗി എന്ത് ചെയ്യും പിള്ളേരെ? അബോധാവസ്ഥയിലാവും കേട്ടോ. രോഗി അബോധാവസ്ഥയിലാകും. ഈ കീ കൊടുക്കുന്നതിൽ അതിൽ ഈ സയൻറ്റിഫിക്കലി എക്സ്പ്ലനേഷൻ ഒന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇതുവരെയും. അബോധാവസ്ഥയിലാവും, രോഗി അബോധാവസ്ഥയിലാവും കേട്ടോ. കൊടുക്കാൻ പാടില്ലെന്നാണ് ഞാൻ കേട്ടുള്ളത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? എടാ അപ്പോൾ ഇത് മൂന്നും സെറ്റാണല്ലോ നിങ്ങൾക്ക്? ഇത് മൂന്നും സെറ്റാണല്ലോ? ഓക്കെ, ഇത് മൂന്ന് സെറ്റാണ്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞു, ഞാൻ ശ്രദ്ധിച്ച് കേട്ടോ, ഒന്നുകൂടെ പറഞ്ഞ് ശ്രദ്ധിച്ച് കേട്ടോ പിള്ളേരെ. ഓക്കെ, എടാ മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ അലേയമായ പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നത് അൽഷിമേഴ്സ്. മസ്തിഷ്കത്തിലെ ന്യൂറോണുകളുടെ നാശം അൽഷിമേഴ്സ്. സ്മൃതി നാശ രോഗം എന്നറിയപ്പെടുന്നു. ലോക അൽഷിമേഴ്സ് ദിനം സെപ്റ്റംബർ 21. ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേവല ഓർമ്മകൾ പോലും ഇല്ലാതാകും. കൂട്ടുകാരെയും ബന്ധുക്കളെയും തിരിച്ചറിയാൻ കഴിയാതെ വരും. പിന്നെ ദിനചര്യകൾ പോലും ചെയ്യാൻ കഴിയാതെ വരുന്നൊരു കണ്ടീഷൻ ഉണ്ടാവും. ഇതാണ് ഈ പറയുന്ന അൽഷിമേഴ്സിൻ്റെ ലക്ഷണങ്ങൾ. ഇനി മസ്തിഷ്കത്തിലെ ഗാംഗ്ലിയോണുകൾ എന്ന് പറയുന്ന കോശങ്ങളുടെ നാശം, ഡോപ്പമിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ ഉൽപ്പാദനം കുറയുന്നത്, അത് കാരണം ഉണ്ടാകുന്ന രോഗമാണ് പാർക്കിൻസൺസ്. ഷേക്കിംഗ് പാൾസി എന്നാണ് വിശേഷണം. ഏപ്രിൽ 11 പാർക്കിൻസൺസ് ദിനം. വായിൽ നിന്ന് ഉമിനീരൊഴുകുക, ശരീരം വിറയ്ക്കുക, പേശികളുടെ ക്രമരഹിതമായ ചലനം, തുലന നില നഷ്ടപ്പെടുക, ഇതൊക്കെയാണ് പാർക്കിൻസൺസിൻ്റെ ലക്ഷണങ്ങൾ. ഇനി തലച്ചോറിൽ ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം, തലച്ചോറിലെ ക്രമരഹിതമായിട്ടുള്ള വൈദ്യുത പ്രവാഹമാണ് ഏത് പറയുന്ന അപസ്മാരം എന്ന് പറയുന്ന അപസ്മാരം. ഓക്കെ, അപസ്മാരം വന്നു കഴിഞ്ഞാൽ വായിൽ നിന്ന് നുരയും പതയും എന്ത് ചെയ്യും കുട്ടികളെ? ഒഴുകും. പല്ല് കടിച്ചു പിടിക്കും. പേശി സങ്കോചം മൂലമുള്ള സന്നി, അതായത് ഈ പറയുന്ന ഭയങ്കര മസിൽസ് ഒക്കെ ടൈറ്റ് ആയിട്ടുള്ളൊരു വിറയലുണ്ടാവും. ഓക്കെ, പിന്നെ രോഗി അബോധാവസ്ഥയിലാകും. അപ്പോൾ ഇതാണ് ഏതെന്ന് പറയുന്ന കുട്ടികളെ ഈ പറയുന്ന അപസ്മാരം എന്ന് പറയുന്നത്. ഓക്കെ, മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങൾ രേഖപ്പെടുത്താനുള്ള ഉപകരണം ഏതാണ്? മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങൾ രേഖപ്പെടുത്താനുള്ള ഉപകരണമാണ് EEG എന്ന് പറയുന്നത്. EEG എന്ന് പറയും. ഇലക്ട്രോ എൻസഫലോഗ്രാം എന്ന് പറയും. ഇലക്ട്രോ എൻസഫലോഗ്രാം എന്ന് പറയും. ഹൃദയത്തിലാണെങ്കിലോ ഹൃദയത്തിലാണെങ്കിൽ ECG ആണ്. ഇലക്ട്രോ കാർഡിയോഗ്രാഫ് എന്ന് പറയും. ക്ലിയർ ആണേ? ശരി. എടാ അതായത് ഈ സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതം എന്തെന്നറിയാമോ? ആരുടെ ഡൗട്ട് ചോദിച്ചില്ലേ? സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതം, ഈ രണ്ട് കാര്യങ്ങളുണ്ട്. രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് പക്ഷാഘാതം സംഭവിക്കുന്നത്, സ്ട്രോക്ക് സംഭവിക്കുന്നത്. എന്താണ് രണ്ട് കാര്യങ്ങൾ? സെറിബ്രൽ ത്രോംബോസിസ്. ഒന്ന് സെറിബ്രൽ ത്രോംബോസിസ്, ഒന്ന് സെറിബ്രൽ ഹെമറേജ്. അതായത് ഒന്ന് സെറിബ്രൽ ത്രോംബോസിസ്, മറ്റൊന്ന് സെറിബ്രൽ ഹെമറേജ്. ഓക്കെ, സെറിബ്രൽ ത്രോംബോസിസും സെറിബ്രൽ ഹെമറേജും. ഈ സെറിബ്രൽ ത്രോംബോസിസ് എന്താ കുട്ടികളെ? മസ്തിഷ്കത്തിലേക്കുള്ള രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിക്കുന്ന കണ്ടീഷനാണ് ത്രോംബോസിസ്. മസ്തിഷ്കത്തിലേക്കുള്ള രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിക്കുന്ന കണ്ടീഷനാണ് ത്രോംബോസിസ്. മസ്തിഷ്കത്തിലേക്കുള്ള രക്തക്കുഴലുകൾ പൊട്ടുന്നതാണ് അല്ലെങ്കിൽ രക്തസ്രാവം ഉണ്ടാകുന്നതാണ് കുട്ടികളെ ഹെമറേജ് എന്ന് പറയുന്നത്. മസ്തിഷ്കത്തിലേക്കുള്ള രക്തക്കുഴലുകളിൽ പറഞ്ഞുതരാം ശ്രദ്ധിച്ച് കേൾക്ക്. മസ്തിഷ്കത്തിലേക്കുള്ള രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിക്കുന്നതിനെ സെറിബ്രൽ ത്രോംബോസിസ് എന്ന് പറയും. മസ്തിഷ്കത്തിലേക്കുള്ള രക്തക്കുഴലുകൾ പൊട്ടി രക്തസ്രാവം ഉണ്ടാകുന്നതിനെ സെറിബ്രൽ ഹെമറേജ് എന്ന് പറയും. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടും നമുക്ക് ഉണ്ടാകുന്നൊരു കണ്ടീഷനാണ് ഏത് കുട്ടികളെ? പക്ഷാഘാതം അല്ലെങ്കിൽ സ്ട്രോക്ക് എന്ന് പറയും. അതിന് നമ്മൾ എന്ത് പറയുക? സ്ട്രോക്ക് എന്ന് പറയും. സെറിബ്രൽ ഹെമറേജ് കൊണ്ടും സെറിബ്രൽ ത്രോംബോസിസ് കൊണ്ടും നമുക്ക് എന്ത് വരും കുട്ടികളെ? സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതം വരാം. മരണം സംഭവിക്കാം. ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്നു പോകാം. കാലക്രമേണ സുഖപ്പെടാനും ചാൻസ് ഉള്ള ഒരു രോഗമാണ് എന്ന് പറയുന്നത് സ്ട്രോക്ക് എന്ന് പറയുന്നത്. മനസ്സിലായ? അപ്പൊ സെറിബ്രൽ ത്രോംബോസിസും സെറിബ്രൽ ഹെമറേജും കാരണം ഉണ്ടാകുന്നതാണ് സ്ട്രോക്ക്.
എന്താണ് ത്രോംബോസിസ് എന്ന് കേട്ട് കഴിഞ്ഞാൽ രക്തം കട്ടപിടിക്കുന്നതാണ് ത്രോംബോസിസ്. രക്തക്കുഴലുകൾ പൊട്ടി രക്തസ്രാവം ഉണ്ടാകുന്നതിനെയാണ് എന്തെന്ന് പറയുന്ന കുട്ടികളെ, രക്തക്കുഴലുകൾ പൊട്ടി രക്തസ്രാവം ഉണ്ടാകുന്നതിനെയാണ് ഹെമറേജ് എന്ന് പറയുന്നത്. മനസ്സിലായ? ഈ ത്രോംബോസിസ് എന്ന് കേൾക്കുമ്പോൾ ഇങ്ങനെ ഒരു സ്ഫോടനം ഉണ്ടാകുമ്പോൾ തോന്നും പൊട്ടുന്നത് ത്രോംബോസിസ് എന്ന് പറഞ്ഞാൽ തെറ്റും. പൊട്ടുന്നതല്ല ത്രോംബോസിസ്. മനസ്സിലായ? ഇത് പേരിട്ടത് ഏതോ ഒട്ടനാണ്. മനസ്സിലായ? അതുകൊണ്ടാണ് അങ്ങനെ. അല്ലെങ്കിൽ നമ്മൾ നോക്കിയേ, പറയാൻ സുഖം ഏതാണ്? പൊട്ടുന്നത് ത്രോംബോസിസ് അല്ലേ പറയാൻ സുഖം? നിങ്ങൾ ആലോചിക്കുക, പൊട്ടുന്നത് ത്രോംബോസിസ് അല്ലേ പറയാൻ സുഖം? പക്ഷെ സുഖിച്ചിരിക്കത്തേ ഉള്ളൂ. അങ്ങനെയല്ല. ത്രോംബോസിസ് എന്ന് പറഞ്ഞാൽ രക്തം കട്ടപിടിക്കുന്നത്, ഹെമറേജ് എന്ന് പറഞ്ഞാൽ രക്തക്കുഴലുകൾ പൊട്ടി രക്തസ്രാവം ഉണ്ടാകുന്നത്. ഓക്കെ, സ്ട്രോക്ക് വന്നോ? ബ്രെയിനിലേക്കുള്ള രക്തക്കുഴലുകളിൽ കേട്ടോ. എന്നിട്ട് ചിലപ്പോൾ ആൾക്ക് മരണം വരെ സംഭവിക്കാം. നമ്മൾ അവിടെ ഒരു ചേട്ടൻ കുറച്ചു കാലം മുമ്പ് മരിച്ചുപോയി. പെട്ടെന്നൊരു ദിവസം ഒരു കുഴപ്പമില്ലാതെ നല്ല ഹാപ്പി ആയിട്ട് നിന്നതാണ്, ചിരിച്ച് കളിച്ച് എന്നിട്ട് പെട്ടെന്ന് സ്ട്രോക്ക് വന്ന് അപ്പം തന്നെ എന്ത് ചെയ്തു, ആള് ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ആൾ മരിച്ചു. മനസ്സിലായ? ഓക്കെ. നമ്മൾ ഈ കൊളസ്ട്രോളൊക്കെ കൂടുന്ന സമയത്ത് പ്രശ്നമാണ്. നമ്മൾ ഈ പറയുന്ന നമ്മുടെ രക്തസമ്മർദ്ദം, BP കൂടിയിട്ടുണ്ടാവുന്ന കണ്ടീഷൻസ് ഒക്കെയാണ് ഇതൊക്കെ. അനിയൊന്നുമല്ല, പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി. പുള്ളി ഇരട്ട പേരാണ് പറഞ്ഞത്. പുള്ളിയുടെ ചേട്ടൻ എൻ്റെ ബാഡ്മിൻ്റൺ പാർട്ട്ണറാണ്. നമ്മളവിടുത്തെ പിള്ളേർക്ക് അറിയായിരിക്കും. നമ്മളെ മറ്റേ ബിജു ചേട്ടൻ്റെ അനിയുണ്ടല്ലോ, നമ്മുടെ പിള്ളേർക്ക് അറിയാം. ഓക്കെ, ശരി. പിള്ളേരെ അടുത്ത. അപ്പം അത് മനസ്സിലായ? മനസ്സിലായി. ഓക്കെ. ഈ ചോദ്യം ചെയ്യേ. തെറ്റായി യോജിപ്പിച്ചിരിക്കുന്നത് പ്രൊലാക്റ്റിൻ മുലപ്പാൽ ഉൽപാദനം. ശരിയാണാടെ, പ്രൊലാക്റ്റിനാണ് മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കുന്നത്. സൊമാറ്റോട്രോപ്പിൻ ശരീര വളർച്ച ത്വരിതപ്പെടുത്തുന്നു. ആണാടെ? സൊമാറ്റോട്രോപ്പിൻ ശരീര വളർച്ച ത്വരിതപ്പെടുത്തുന്നു. ശരിയാണ്. വാസോപ്രസിൻ പുരുഷന്മാരിൽ വൃഷ്ണങ്ങളുടെ പ്രവർത്തനം ഉത്തേജിപ്പിക്കുന്നു. തെറ്റാണ്. വാസോപ്രസിൻ എന്താ ചെയ്യുന്നത്? വൃക്കയിൽ ജലത്തിൻ്റെ പുനരാഗീരണത്തിന് സഹായിക്കുന്നു. ഓക്കെ. അടുത്ത് ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ. അത് പുരുഷന്മാരിൽ വൃഷ്ണത്തെ ഉത്തേജിപ്പിക്കുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ തെറ്റായി യോജിപ്പിച്ചിരിക്കുന്നത് 3ഉം 4ഉം തെറ്റാണ് കേട്ടോ. 3ഉം 4ഉം തെറ്റാണ്. ഓപ്ഷൻ ബി ആണ്. 3ഉം 4ഉമാണ് തെറ്റായിട്ട് യോജിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 4 ഹോർമോൺ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയേ. 4 ഹോർമോൺ, അതായത് പ്രൊലാക്റ്റിൻ മുലപ്പാൽ ഉൽപാദനം, സൊമാറ്റോട്രോപ്പിൻ ശരീര വളർച്ച ത്വരിതപ്പെടുത്തുന്നു, വാസോപ്രസിൻ വൃക്കയിൽ ജലത്തിന്റെ പുനരാഗീരണത്തിന് സഹായിക്കുന്നു, ഗൊണാഡോട്രോപ്പിക് ഹോർമോണ് പുരുഷന്മാരിൽ വൃഷ്ണങ്ങളുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു. പുരുഷന്മാരിൽ വൃഷ്ണങ്ങൾ മാത്രമാണ്, സ്ത്രീകൾക്കില്ലേ ഇത്? ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ അല്ലെങ്കിൽ GTH തന്നെയാണ് സ്ത്രീകളിൽ സ്ത്രീകളിൽ അണ്ടാശയത്തെ ഉത്തേജിപ്പിക്കുന്നതും ഏത് തന്നെയാണ് കുട്ടികളെ? ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ തന്നെയാണ്. സ്ത്രീകളിൽ അണ്ടാശയത്തെയും പുരുഷന്മാരിൽ വൃഷ്ണത്തെയും ഉത്തേജിപ്പിക്കുന്നത്. GTH എന്ന് പറയും അല്ലേ? GTH എന്ന് പറയും. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ഇനി നിങ്ങൾ പറഞ്ഞ കുട്ടികളെ, ഈ മുലപ്പാൽ ഉൽപാദനം പ്രൊലാക്റ്റിൻ ആണെങ്കിൽ മുലപ്പാൽ ചുരത്താൻ സഹായിക്കുന്നതോ? മുലപ്പാൽ ചുരത്താൻ സഹായിക്കുന്നത് ഓക്സിറ്റോസിൻ ആണല്ലേ? ഓക്സിറ്റോസിൻ ആണ് മുലപ്പാൽ ചുരത്താൻ സഹായിക്കുന്നത്. ഓക്കെ അല്ലേ? പ്രസവ സമയത്ത് സഹായിക്കുന്നത് ഏതാണ്? പ്രസവ സമയത്ത് ഗർഭാശയം ചുരുങ്ങാൻ സഹായിക്കുന്നത് ഏതാണ് കുട്ടികളെ? ഓക്സിറ്റോസിൻ ആണ്. പ്രസവ സമയത്ത് ഗർഭാശയം ചുരുങ്ങാൻ സഹായിക്കുന്നതും ഓക്സിറ്റോസിൻ ആണ്. ഓക്കെ. നമ്മളിവിടെ വാസോപ്രസിൻ ഒരു പോയിന്റ് പഠിക്കുന്നുണ്ട്. വൃക്കയിൽ ജലത്തിന്റെ പുനരാഗീരണത്തിന് സഹായിക്കുന്നു. എന്നാൽ വൃക്കയിൽ പ്രവർത്തിച്ചിട്ട് നമ്മുടെ ലവണ ജല സന്തുലനം, വൃക്കയിൽ പ്രവർത്തിച്ചിട്ട് ലവണ ജല സന്തുലനം വൃക്കയിൽ പ്രവർത്തിച്ചിട്ട് ലവണ ജല സന്തുലനം അത് ഏന്നിട്ട് കഴിഞ്ഞാൽ അത് അൽഡോസ്റ്റിറോൺ ആണ്. ഏതാ പിള്ളേരെ? അൽഡോസ്റ്റിറോൺ ആണ്. ലവണ ജല സന്തുലനം ഏന്നിട്ടാൽ അൽഡോസ്റ്റിറോൺ ആണ്. ശ്രദ്ധിക്കണം, ജലത്തിന്റെ പുനരാഗീകരണം എന്ന് ചോദിച്ചാൽ വാസോപ്രസിൻ,
ലവണ ജലസന്തുലനം എന്ന് ചോദിച്ചാൽ അൽഡോസ്റ്റിറോൺ. ലവണ ജലസന്തുലനം എന്ന് ചോദിച്ചാൽ അൽഡോസ്റ്റിറോൺ. അൽഡോസ്റ്റിറോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് ഗ്രന്ഥിയാ കുട്ടികളെ? ആർക്ക് പറയാം? അൽഡോസ്റ്റിറോൺ ഉൽപ്പാദിപ്പിക്കുന്നത് അഡ്രീനൽ ഗ്രന്ഥിയാണ്. അൽഡോസ്റ്റിറോൺ ഉൽപ്പാദിപ്പിക്കുന്നത് അഡ്രീനൽ ഗ്രന്ഥിയാണ്. ഓക്കെ. എമർജൻസി ഹോർമോൺ ഏതാണ് കുട്ടികളെ? എമർജൻസി ഹോർമോൺ അഡ്രിനാലിനാണ്. ഓക്കെ. സർജിക്കൽ ഹോർമോൺ ഏതാണ്? സർജിക്കൽ ഹോർമോൺ നോർ അഡ്രിനാലിനാണ് അല്ലേ? സർജിക്കൽ ഹോർമോൺ നോർ അഡ്രിനാലിനാണ്. സർജിക്കൽ ഹോർമോൺ ഈ ചാർജ് എടുത്ത് കൊടുത്തേ. സർജിക്കൽ ഹോർമോൺ നോർ അഡ്രിനാലിൻ. സർജിക്കൽ ഹോർമോൺ ഏതാണ് കുട്ടികളെ? നോർ അഡ്രിനാലിനാണ്. അപ്പൊ എമർജൻസി ഹോർമോൺ അഡ്രിനാലിനും സർജിക്കൽ ഹോർമോൺ നോർ അഡ്രിനാലിനുമാണ്. സർജിക്കൽ ഹോർമോൺ ഏതാണ് കുട്ടികളെ? നോർ അഡ്രിനാലിനുമാണ്. മനസ്സിലായല്ലോ? ക്ലിയർ ആണ്. ഇനി രജി ചാർജർ കൊടുത്തേ. ഇനി നമ്മുടെ ഈ ജീവിതത്തിന്റെ ദൈനംദിന താളക്രമം പാലിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ദൈനംദിന താളക്രമം പാലിക്കാൻ സഹായിക്കുന്ന ഹോർമോണ് മെലാട്ടോണിൻ ആണ്. ദൈനംദിന താളക്രമം പാലിക്കാൻ സഹായിക്കുന്ന ഹോർമോണ് മെലാട്ടോണിൻ ആണ്. ഏതാ പിള്ളേരെ? മെലാട്ടോണിൻ ആണ്. ഉറങ്ങാനും ഉണരാനും എല്ലാം സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? മെലാട്ടോണിൻ ആണ്. ഈ മെലാട്ടോണിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാ കുട്ടികളെ? പീനിയൽ ഗ്രന്ഥിയാണ് അല്ലേ? പീനിയൽ ഗ്രന്ഥിയാണ് മെലാട്ടോണിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്നതും പീനിയൽ ഗ്രന്ഥിയാണ്. അല്ലെങ്കിൽ ജൈവ ഘടികാരം എന്നറിയപ്പെടുന്നത് പീനിയൽ ഗ്രന്ഥിയാണ്. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? മനസ്സിലായോ? ഓക്കെ. എങ്കിലും ഞാൻ ചോദിക്കട്ടെ, എറിത്രോപോയിറ്റിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് ഗ്രന്ഥിയാണ് അല്ലെങ്കിൽ ഏത് അവയവമാണ്? എറിത്രോപോയിറ്റിൻ പറഞ്ഞേ. വൃക്കകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഏത് കുട്ടികളെ? എറിത്രോപോയിറ്റിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് വൃക്കകളാണ്. ഒന്നുകൂടെ പറയണോ? ഇതൊന്നുകൂടെ പറയണോ? വേണോ വേണ്ടേ? വേണ്ടല്ലോ. ഒന്നുകൂടെ പറയണം. പെട്ടെന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്ക്. മുലപ്പാൽ ചുരത്താൻ സഹായിക്കുന്നത് ഓക്സിറ്റോസിൻ. പ്രസവ സമയത്ത് ഗർഭാശയ ഭിത്തി ചുരുങ്ങാൻ സഹായിക്കുന്നത് ഓക്സിറ്റോസിൻ. പിന്നെ നമ്മുടെ ഓക്സിറ്റോസിൻ. ഇനി ലവണ ജലസന്തുലനം അൽഡോസ്റ്റിറോൺ. ഓക്കെ. അൽഡോസ്റ്റിറോൺ ഉൽപ്പാദിപ്പിക്കുന്ന അഡ്രീനൽ ഗ്ലാൻഡ് ആണ്. അഡ്രീനൽ ഗ്ലാൻഡ് തന്നെയാണ് എന്ത് ഉൽപ്പാദിപ്പിക്കുന്ന കുട്ടികളെ? അഡ്രിനാലിൻ അല്ലെങ്കിൽ എപ്പിനെഫ്രിൻ, നോർ അഡ്രിനാലിൻ അല്ലെങ്കിൽ നോർ എപ്പിനെഫ്രിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ താളക്രമം പാലിക്കുന്നത് മെലാട്ടോണിൻ ആണ്. മെലാട്ടോണിൻ ഉൽപ്പാദിപ്പിക്കുന്നത് പീനിയൽ ഗ്രന്ഥിയാണ്. ജൈവ ഘടികാരം എന്നറിയപ്പെടുന്നത് ഏതാണ്? പീനിയൽ ഗ്രന്ഥിയാണ്. എറിത്രോപോയിറ്റിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് വൃക്കയാണ്. ഓക്കെ. യുവത്വ ഹോർമോൺ ഏതാണ്? യുവത്വ ഹോർമോൺ തൈമോസിൻ ആണ് കേട്ടോ. തൈമോസിനാണ് യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമോസിനാണ്. കുട്ടികളെ തൈമോസിനെയാണ് യുവത്വ ഹോർമോൺ എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന തൈമോസിനാണ് യുവത്വ ഹോർമോൺ. ഓക്കെ. അടുത്ത ചോദ്യം ചെയ്തേ. RNA-യിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ് എന്നാണ് ചോദ്യം. RNA-യിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ് ഏതാ പിള്ളേരെ? അത് തൈമിനാണ്. ഓക്കെ. തൈമിനാണ് കാണപ്പെടാത്തത്. നിങ്ങൾ അതൊന്ന് പറഞ്ഞിട്ട് പോ. RNA-യിലെ നൈട്രജൻ ബേസിലെന്ന് പറഞ്ഞ RNA പിള്ളേരെ അഡിനിനുണ്ട്, ഗ്വാനിനുണ്ട്, പിന്നെ അതുണ്ട് അഡിനിനുണ്ട്, ഗ്വാനിനുണ്ട്, സൈറ്റോസിൻ ഉണ്ട്. പിന്നെ ഏതാണ് വരുന്നത്? യുറാസിൽ. ഏതാ പിള്ളേരെ? യുറാസിൽ.
അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, യുറാസിൽ. അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, യുറാസിൽ. ഓക്കെ ആണല്ലോ. അടുത്ത് DNA പറഞ്ഞേ. DNA പറഞ്ഞിട്ട് DNA നൈട്രജൻ ബേസിൽ പറഞ്ഞേ. DNA അഡിനുണ്ട്, ഗ്വാനിനുണ്ട്, സൈറ്റോസിനുണ്ട്. യുറാസിലിന് പകരം അവിടെ എന്താ ഉള്ളത്? യുറാസിലിന് പകരം അവിടെ തൈമിനാണല്ലേ. യുറാസിന് പകരം അവിടെ എന്താണ്? തൈമിനാണ്. യുറാസിന് പകരം തൈമിനാണ്. DNA തൈമിനും, ഓക്കെ, DNA തൈമിനും, അതുപോലെ തന്നെ RNA യുറാസിലും കേട്ടോ. അപ്പൊ RNA 6 എടുത്തിട്ട് ഇവിടെ വെച്ചത് യുറാസിൽ. RNA ഉള്ളത് യുറാസിൽ, DNA തൈമിൻ. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഓർത്തിരിക്കണം. നിങ്ങൾക്ക് ഇതുപോലെ ചോദിക്കും, RNA അല്ലെങ്കിൽ DNA നൈട്രജൻ ബേസുകൾ എന്ന് ചോദിക്കും, അല്ലെങ്കിൽ പെടാത്ത എന്ന് ചോദിക്കും. ഓക്കെ. അപ്പൊ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ കോമൺ ആയിട്ടുണ്ട്. ഇനി RNA വരുമ്പോൾ ഏതാണ് കുട്ടികളെ? യുറാസിലാണ്. DNA വരുന്ന സമയത്ത് തൈമിനാണ് കേട്ടോ, തൈമിനാണ്. ഓക്കെ അല്ലേ? DNA കണ്ടെത്തിയത് ആരാ കുട്ടികളെ? DNA കണ്ടെത്തിയത് DNA കണ്ടെത്തിയത് ജെയിംസ് വാട്സൺ. ഒരാൾ ആരാണ്? ജെയിംസ് വാട്സൺ ആണ്. ഒരാൾ ആരാണ് കുട്ടികളെ? ജെയിംസ് വാട്സൺ ആണ് ഒരാൾ. രണ്ടാമത്തെ ആൾ ആരാണ്? ഫ്രാൻസിസ് ക്രിക്ക്. ആരാ കുട്ടികളെ? ഫ്രാൻസിസ് ക്രിക്ക് ആണ്. ഫ്രാൻസിസ് ക്രിക്ക്. ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും ചേർന്നിട്ടാണ് DNA കണ്ടെത്തിയത്. ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും ചേർന്നിട്ടാണ് എന്ത് ചെയ്തത്? DNA കണ്ടെത്തിയത്. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. അടുത്ത ചോദ്യം ചെയ്തേ. AB രക്തഗ്രൂപ്പുള്ള വ്യക്തികൾ സാർവിക സ്വീകർത്താവെന്ന് വിളിക്കപ്പെടാൻ കാരണം അവരുടെ രക്തത്തിൽ പ്ലാസ്മയിൽ ആന്റിബോഡി എയും ബിയും ഇല്ല. കേട്ടോ. അത് ഡൗട്ട് വരരുത്. എവിടെ ആന്റിബോഡി ഇല്ല എന്ന് കേട്ട് കഴിഞ്ഞാൽ പ്ലാസ്മയിൽ ആന്റിബോഡി എയും ബിയും ഇല്ല. പ്ലാസ്മയിൽ ആന്റിബോഡി എയും ബിയും ഇല്ല എന്നതാണ് ആൻസർ കേട്ടോ. ഓക്കെ. ഡൗട്ട് വരരുത്. ഇത് ഈ ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോൾ പലർക്കും ഡൗട്ട് വരുന്നതാണ്. നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വേറെ ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടല്ലോ, ഈ പറയുന്ന രക്തഗ്രൂപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഓക്കെ. ഇവിടെ ഡൗട്ട് വരരുത്. പ്ലാസ്മയിൽ ആന്റിബോഡി എയും ബിയും ഇല്ല. അടുത്ത ചോദ്യം ചെയ്തേ. ശരീരപേശികളിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്ന ധാതു കമന്റ് ചെയ്തേ. പേശികൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ പൊട്ടാസ്യമാണ്. ശരീരത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഏതാ പിള്ളേർ? ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞാലോ? ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതു എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏത് പറയൂടാ? ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏത് പറയും? ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കാൽസ്യമാണ് അല്ലേ? ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാണ്? കാൽസ്യമാണ് അല്ലേ? കാൽസ്യം. ഓക്കെ. നമുക്കറിയാം എല്ലിന്റെയും പല്ലിന്റെയും വളർച്ചയ്ക്ക് കാൽസ്യം ആവശ്യമാണ്. ആവശ്യമാണ്. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കാൽസ്യമാണ്. ഓക്കെ. ഇനി അടുത്ത് ഞാൻ ചോദിക്കാൻ ശ്രദ്ധിച്ച് കേട്ട് മറുപടി പറയണേ. ഈ സോഡിയം നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള ഒരു ലോഹമാണ്. സോഡിയത്തിന്റെ ധർമ്മം എന്താണ്? നമ്മളിപ്പോൾ കാൽസ്യം നമ്മൾ പറഞ്ഞു. കാൽസ്യം എന്താണ് ഉള്ളത്? കാൽസ്യം നമ്മുടെ ഈ പറയുന്ന എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് കാൽസ്യം വേണമെന്ന് പറഞ്ഞല്ലേ. സോഡിയം നമ്മുടെ ശരീരത്തിൽ എന്തെന്ന് കേട്ട് കഴിഞ്ഞാൽ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുക. ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കാനാണ് ഏത് കുട്ടികളെ? സോഡിയം ഉള്ളത്. ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കാനാണ് സോഡിയം. ഓക്കെ ആണല്ലോ? സോഡിയം. ഓക്കെ. ക്ലിയർ ആണ്. ഇനി ശ്രദ്ധിച്ച് കേട്ട് മറുപടി പറയണേ. ഇരുമ്പ് എന്തിനാണ്? ഇരുമ്പ് എന്തിനാണ് കുട്ടികളെ? ഇരുമ്പിന്റെ പ്രധാന ധർമ്മം എന്താണ്? ഇരുമ്പിന്റെ പ്രധാന ധർമ്മം ഹീമോഗ്ലോബിൻ നിർമ്മാണമാണല്ലേ? നിർമ്മാണമാണ് ഇരുമ്പിന്റെ പ്രധാന ധർമ്മം. ഹീമോഗ്ലോബിൻ നിർമ്മാണമാണ് ഇരുമ്പിന്റെ പ്രധാന ധർമ്മം. ഏതാണ് കുട്ടികളെ? ഹീമോഗ്ലോബിൻ നിർമ്മാണമാണ്. ഓക്കെ. ഈ പേശികളുടെ പ്രവർത്തനത്തിന് കാൽസ്യം ആവശ്യമാണോ? ആണ്. പേശികളിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയുമ്പോഴുണ്ടാകുന്ന രോഗം ഏതാണ്? കുട്ടികളെ?
പേശികളിൽ കാൽസ്യത്തിന്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് ടെറ്റനി. ടെറ്റനി 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 പേശികളിൽ കാൽസ്യത്തിന്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് ഏത് കുട്ടികളെ? ടെറ്റനി. ടെറ്റനി പേശികളിൽ കാൽസ്യത്തിന്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് ഏത്? ടെറ്റനിയാണ്. ടെറ്റനിയാണ്. മനസ്സിലായല്ലോ കുട്ടികളെ? ക്ലിയർ ആണ്. ഇനി ഞാൻ ചോദിക്കുന്നത് ശ്രദ്ധിച്ച് കേട്ട് മറുപടി പറയണേ കുട്ടികൾ, ശ്രദ്ധിച്ച് കേട്ട് മറുപടി പറയണേ. അസ്ഥികളിൽ കാൽസ്യത്തിന്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗം ഏതാണ്? അസ്ഥികളിൽ കാൽസ്യത്തിന്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗം ഏതാ കുട്ടികളെ? അസ്ഥികളിൽ കാൽസ്യത്തിന്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് ഓസ്റ്റിയോപോറസിസ്. ഓസ്റ്റിയോപോറസിസ് 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 അസ്ഥികളില് എന്തിന്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗം? കാൽസ്യത്തിന്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് ഏത് കുട്ടികളെ? ഓസ്റ്റിയോപോറസിസ്. ഓസ്റ്റിയോപോറസിസ്. ഓക്കെ. ടെറ്റനസും ടെറ്റനിയും ഒന്നല്ല. ടെറ്റനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ്ട്രീഡിയം ടെറ്റനി എന്ന് പറയുന്ന ബാക്ടീരിയ കാരണം ഉണ്ടാകുന്ന രോഗമാണ് ടെറ്റനസ്. ക്ലോസ്ട്രീഡിയം ടെറ്റനി എന്ന് പറയുന്ന ബാക്ടീരിയ കാരണം ഉണ്ടാകുന്ന രോഗമാണ് ഏത് കുട്ടികളെ? ടെറ്റനസ്. ക്ലോസ്ട്രീഡിയം ടെറ്റനി എന്ന് പറയുന്ന ബാക്ടീരിയ കാരണം ഉണ്ടാകുന്ന രോഗമാണ് ടെറ്റനസ്. എന്നാൽ ടെറ്റനി എന്ന് പറഞ്ഞാൽ പേശികളിൽ കാൽസ്യത്തിന്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് ഏത് കുട്ടികളെ? ടെറ്റനി. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ ഇത്ര മനസ്സിലായല്ലോ. ചെയ്തേ. പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോയുടെ വാഹകരായിട്ടുള്ള അനോഫിലസ് പെൺകൊതുകുകൾ വഴി പകരുന്ന രോഗം ഏതാണ് ചോദ്യം. അനോഫിലസ് പെൺകൊതുകുകൾ വഴി പകരുന്ന രോഗമാണ് ഏത് പിള്ളേരെ? മലമ്പനി അല്ലേ? മലമ്പനി. ഓക്കെ. മന്തിന് കാരണം ഏത് കൊതുകാണ്? മന്തിന് കാരണം ക്യൂലെക്സ് ആണ് അല്ലേ? ക്യൂലെക്സ് ആണ് മന്തിന് കാരണം അല്ലേ? ക്യൂലെക്സ് ആണ് മന്തിന് കാരണം. ഓക്കെ. ഡെങ്കിപ്പനിക്ക് കാരണം ഏത് കൊതുകാണ് കുട്ടികളെ? ഡെങ്കിപ്പനിക്ക് കാരണം ഈഡിസ് ഈജിപ്ഷ്യയാണ് അല്ലേ? ഈഡിസ് ഈജിപ്ഷ്യയാണ് ഡെങ്കിപ്പനിക്ക് കാരണം. ഓക്കെ. ചിക്കൻ ഗുനിയയ്ക്ക് കാരണം ഏതാ പിള്ളേരെ? ഈഡിസ് ഈജിപ്ഷ്യയാണ് അല്ലേ? ഈഡിസ് ഈജിപ്ഷ്യയാണ് ചിക്കൻ ഗുനിക്കും കാരണം. ഓക്കെ. അപ്പം മലമ്പനിക്ക് കാരണം അനോഫിലസ് ആണ് കേട്ടോ. മലമ്പനിക്ക് കാരണം ഏതാ പിള്ളേരെ? അനോഫിലസ് ആണ്. ഓക്കെ. അതുപോലെ തന്നെ ക്യൂലെക്സ് കാരണമാണ് ഏത് കുട്ടികളെ? ക്യൂലെക്സ് കാരണമാണ് മന്ത് വരുന്നത്. നമ്മളെ കൃഷ്ണേന്ദുവിൻ്റെ ഒരു കോഡുണ്ടല്ലോ, എന്തുകൊണ്ട് മന്തി വാങ്ങാൻ ക്യൂ നിന്നോ? അത് നിങ്ങളുടെ ഒരു കോഡ്. നമ്മളെ കൃഷ്ണേന്ദു ഒരുപാട് ഗവേഷണത്തിന് ശേഷം കണ്ടെത്തിയൊരു കോഡാണ് മന്തി വാങ്ങാൻ ക്യൂ നിന്നു. ഓക്കെ. അപ്പം മന്ത് ക്യൂലെക്സും കേട്ടോ, മലമ്പനി അനോഫിലസുമാണ്. ഓക്കെ. ഡെങ്കിപ്പനിയും ചിക്കൻ ഗുനിയയും ഈഡിസ് ആണ് കേട്ടോ. ഡെങ്കിപ്പനിയും ചിക്കൻ ഗുനിയയും ഏതാ പിള്ളേരെ? ഈഡിസ് ആണ്. ഈഡിസ് ഈജിപ്ഷ്യയാണ്. ഓക്കെ അല്ലേ? ഇതിൽ ഏതാണ് ബ്രേക്ക് ബോൺ ഡിസീസ്? ബ്രേക്ക് ബോൺ ഡിസീസ് ഡെങ്കിയാണ്. ബ്രേക്ക് ബോൺ ഡിസീസ് ഡെങ്കിയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ മലമ്പനി ബാധിക്കുന്നത് എന്തിനെയാണ്? മലമ്പനി അല്ലെങ്കിൽ മലേറിയ ബാധിക്കുന്നത് നമ്മുടെ പ്ലീഹ ഉണ്ടല്ലോ, പ്ലീഹ നമ്മുടെ ശരീരത്തിലെ രക്തബാങ്ക് എന്നറിയപ്പെടുന്ന, അരുണ രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന, നമ്മുടെ ശരീരത്തിലെ അരുണ രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന പ്ലീഹയുണ്ടല്ലോ, ആ പ്ലീഹയാണ് മലമ്പനി ബാധിക്കുന്നത്. എന്നാൽ മന്ത് രോഗം ബാധിക്കുന്നത് എന്തിനെയാണ്? കുട്ടികളെ? മന്ത് രോഗം ബാധിക്കുന്നത് ലിംബ് വ്യവസ്ഥയാണ്. ലിംബ് വ്യവസ്ഥയാണ് മന്ത് രോഗം ബാധിക്കുന്നത് കേട്ടോ. മന്ത് രോഗം ബാധിക്കുന്നത് ലിംബ് വ്യവസ്ഥയാണ്. മന്ത് രോഗം എന്ത് ചെയ്യുന്നത്? ബാധിക്കുന്നത് ലിംബ് വ്യവസ്ഥയാണ് മന്ത് രോഗം ബാധിക്കുന്നത്. ഓക്കെ അല്ലടാ? ഓക്കെ. ലിംബ് എന്താണെന്ന് ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ലിംബ് എന്താണെന്ന് ഡൗട്ട് ഉള്ളവരുണ്ടോ? ലിംബ് ഇല്ലല്ലോ. റിവിഷൻ ആയതുകൊണ്ടാണ് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോണത് കേട്ടോ. ക്വസ്റ്റ്യൻ ചെയ്യുക, ബാക്കിയൊക്കെ പിന്നെ പറഞ്ഞുതരാം. ചെയ്തേ. കണ്ണിലെ കോർണിയ വരണ്ട അതാര്യമാകുന്ന സിറോഫ്താൽമി എന്ന രോഗത്തിന് കാരണമാകുന്നത് ഏത് വിറ്റാമിൻ്റെ തുടർച്ചയായ അഭാവമാണ്? അത് നമുക്ക് എല്ലാവർക്കും അറിയാം, വൈറ്റമിൻ എ ആണ്. ഞാൻ അതിന് വേണ്ടിയിട്ടല്ല ഈ ക്വസ്റ്റ്യൻ എടുത്തത്. ഞാൻ കുറച്ച് നേത്ര രോഗങ്ങളൊന്ന് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നേത്ര രോഗങ്ങൾ ഞാൻ ചോദിക്കുന്നത് അനുസരിച്ച് നിങ്ങൾ മറുപടി പറയണേ കുട്ടികളെ. ഓക്കെ. അപ്പൊ കണ്ണിലെ കോർണിയ വരണ്ട് അതാര്യമാകുന്ന രോഗമാണ് സിറോഫ്താൽമിയ.
കണ്ണിലെ കോർണിയ വരണ്ട് അതാര്യമാകുന്ന രോഗമാണ് സിറോഫ്താൽമിയ. കണ്ണിന്റെ ലെൻസിന്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്ന രോഗം ഏതാണ്? ഇലാസ്തികത നഷ്ടപ്പെടുന്ന രോഗം ഏതാ പിള്ളേരെ? തെറ്റാണ്. കണ്ണിന്റെ ലെൻസിന്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്ന രോഗമാണ് വെള്ളെഴുത്ത്. അതിനെ നമ്മൾ സയന്റിഫിക്കലി എന്ത് പറയൂടാ? വെള്ളെഴുത്തിനെ നമ്മൾ സയന്റിഫിക്കലി എന്ത് പറയും? പ്രസ് ബയോപ്പിയ എന്ന് പറയും. എന്ത് പറയൂടാ? പ്രസ് ബയോപ്പിയ. കണ്ണിന്റെ ലെൻസിന്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്ന രോഗമാണ് വെള്ളെഴുത്തല്ലെങ്കിൽ പ്രസ് ബയോപ്പിയ. ഓക്കെ, ഇനി കണ്ണിന്റെ ലെൻസ് സുതാര്യത നഷ്ടപ്പെടുന്ന രോഗമാണ് ഏത് കുട്ടികളെ? തിമിരം. ട്രാൻസ്പെറൻസി നഷ്ടപ്പെടുന്ന രോഗമാണ് തിമിരം അല്ലെങ്കിൽ കാറ്ററാക്ട്. ഓക്കെ, കോൺട്രാക്ട് ഒക്കെ എടുത്ത് ആരും ഇവിടെ കോൺട്രാക്ട് എടുക്കാൻ പോണതാര്? ആവേശത്തിൽ ടൈപ്പ് ചെയ്യുമ്പോൾ തെറ്റിപ്പോണതായിരിക്കും. ഞാൻ കാണുന്നുണ്ട് കേട്ടോ കമന്റ് ഒക്കെ. ക്ലിയർ ആണ്. അപ്പൊ പിള്ളേരെ കണ്ണിന്റെ ലെൻസിന്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുന്നത് ഏതെന്ന് കേട്ട് കഴിഞ്ഞാല് വെള്ളെഴുത്ത് അല്ലെങ്കിൽ പ്രസ് ബയോപ്പിയ. കണ്ണിന്റെ ലെൻസിന്റെ സുതാര്യത നഷ്ടപ്പെടുന്ന രോഗമാണ് ഏത് പിള്ളേരെ? സുതാര്യത നഷ്ടപ്പെടുന്ന രോഗമാണ് ഏത്? തിമിരം. ക്ലിയർ ആണ്. ഓക്കെ, ഇനി അടുത്ത് പിള്ളേരെ ഈ ദീർഘദൃഷ്ടി എന്ന് വെച്ചാൽ എന്താണ്? ദീർഘദൃഷ്ടി എന്ന് വെച്ചാൽ എന്താണ്? ദൂരെയുള്ളത് എന്ത് ചെയ്യാൻ പറ്റും? ദൂരെയുള്ളത് കാണാൻ പറ്റും, അടുത്തുള്ളത് കാണാൻ പറ്റത്തില്ല. ദൂരെയുള്ളത് കാണാൻ പറ്റും, അടുത്തുള്ളത് കാണാൻ പറ്റില്ല. അതാണ് ദീർഘദൃഷ്ടി. നിങ്ങൾ ഇവിടെ പറയേണ്ടത് ദീർഘദൃഷ്ടിയുടെ സയന്റിഫിക് നെയിം എന്തെന്നാണ്. ദീർഘദൃഷ്ടിയുടെ സയന്റിഫിക് നെയിം എന്താ? ഹൈപ്പർമെട്രോപ്പിയ. വളരെ എന്താണ്? ഹൈപ്പർമെട്രോപ്പിയ. ദീർഘദൃഷ്ടിയാണ് ഹൈപ്പർമെട്രോപ്പിയ. ദീർഘദൃഷ്ടിയാണ് എന്ത് കുട്ടികളെ? ഹൈപ്പർമെട്രോപ്പിയ. അടുത്ത് ഹ്രസ്വദൃഷ്ടി എന്താണ്? അടുത്തുള്ളത് കാണാം, അകലെയുള്ളത് കണ്ടുകൂടാ. അപ്പൊ ഏതാ കുട്ടികൾ? അതിന്റെ പേര് മയോപ്പിയ. ഏതാ പിള്ളേരെ? മയോപ്പിയ. അടുത്തുള്ളത് കാണാം, അകലെയുള്ളത് കണ്ടുകൂടാ. അപ്പൊ ഏതാണ് കുട്ടികളെ? മയോപ്പിയ. ഓക്കെ, ഇനി ഈ വെള്ളെഴുത്ത് ഉള്ള ആൾക്കാർക്ക് ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? കുട്ടികളെ? വെള്ളെഴുത്തുള്ള ആൾക്കാർക്ക് കോൺവെക്സ് ആണ് കേട്ടോ. കോൺവെക്സ് ആണ്. വെള്ളെഴുത്ത് കോൺവെക്സ് ആണ്. തിമിരമുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കുന്ന ലെൻസ് ഏതാ? തിമിരമുള്ള ആൾക്കാർക്കും കോൺവെക്സ് ആണ്. തിമിരമുള്ള ആൾക്കാർക്കും കോൺവെക്സ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത് ദീർഘദൃഷ്ടിയുള്ള ആൾക്കാർക്കോ? അകലെയുള്ളത് കാണാം, അടുത്തുള്ളത് കാണാൻ ലെഫ്റ്റ് ആയിക്കോ. കോൺവെക്സ് ആണ്. കോൺവെക്സ്. ഓക്കെ, ഈ പറയുന്ന ഹ്രസ്വദൃഷ്ടിയുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ മയോപ്പിയ ഉള്ള ആൾക്കാർക്കോ? ഹ്രസ്വദൃഷ്ടി അല്ലെങ്കിൽ മയോപ്പിയ ഉള്ള ആൾക്കാർക്ക് കോൺകേവ്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. ഹ്രസ്വദൃഷ്ടി അല്ലെങ്കിൽ മയോപ്പിയ ഉള്ള ആൾക്കാർക്ക് കോൺകേവ്. ക്ലിയർ ആണല്ലോ? കോൺകേവ്. ഇനി നിങ്ങൾ അസ്റ്റിഗ്മാറ്റിസം എന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് അസ്റ്റിഗ്മാറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരെ വിഷമദൃഷ്ടിയുടെ എന്താണ്? വിഷമദൃഷ്ടിയാണ് അസ്റ്റിഗ്മാറ്റിസം. വിഷമദൃഷ്ടി അല്ലെങ്കിൽ അസ്റ്റിഗ്മാറ്റിസം ഉള്ള ആൾക്കാർക്ക് ഉപയോഗിക്കുന്നത് ഏത് ലെൻസാണ് പിള്ളേരെ? സിലിണ്ട്രിക്കൽ ലെൻസ് ആണ് കേട്ടോ. ഏതാണ് പിള്ളേരെ? സിലിണ്ട്രിക്കൽ ലെൻസ് ആണ്. വിഷമദൃഷ്ടി അല്ലെങ്കിൽ അസ്റ്റിഗ്മാറ്റിസം ഉള്ളവർക്ക് ഉപയോഗിക്കുന്നത് സിലിണ്ട്രിക്കൽ ലെൻസ് ആണ്. വിഷമദൃഷ്ടി അല്ലെങ്കിൽ അസ്റ്റിഗ്മാറ്റിസം ഉള്ളവർക്ക് ഉപയോഗിക്കുന്നത് സിലിണ്ട്രിക്കൽ ലെൻസ് ആണ്. ഓക്കെ, എടാ ബൈഫോക്കൽ ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ചില സമയത്ത് ഹ്രസ്വദൃഷ്ടിയും ചില സമയത്ത് ദീർഘദൃഷ്ടിയും ഉണ്ടാവും. അതായത് ഇങ്ങനെ മാറി സംഭവിക്കും. രണ്ടും ഒരുമിച്ചുണ്ടാവും. ഹ്രസ്വദൃഷ്ടിയും ഉണ്ട്, ദീർഘദൃഷ്ടിയും ഉണ്ടാവും. മനസ്സിലായ? രണ്ടുമുള്ള ആൾക്കാർക്കാണ് ബൈഫോക്കൽ ലെൻസ് ഉപയോഗിക്കുന്നത്. ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയുമുള്ള ആൾക്കാർക്കാണ് ബൈഫോക്കൽ ലെൻസ് ഉപയോഗിക്കുന്നത്. ഈ ബൈഫോക്കൽ ലെൻസ് കണ്ടുപിടിച്ചായിരുന്നറിയോ?
ബൈഫോക്കൽ ലെൻസ് കണ്ടുപിടിച്ചായിരുന്നറിയോ കുട്ടികളെ? ആർക്ക് പറയാം ബൈഫോക്കൽ ലെൻസ് കണ്ടുപിടിച്ചായിരുന്നു? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനാണ്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനാണ് ബൈഫോക്കൽ ലെൻസ് കണ്ടുപിടിച്ചത് കേട്ടോ. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനാണ് ബൈഫോക്കൽ ലെൻസ് കണ്ടുപിടിച്ചത്. ബൈഫോക്കൽ ലെൻസ് കണ്ടുപിടിച്ചത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനാണ് കേട്ടോ. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ഓക്കെ അല്ലേ? നമ്മുടെ മിന്നൽ രക്ഷാചാലകങ്ങൾ കേട്ടോ. മിന്നൽ രക്ഷാചാലകം, ആ മിന്നൽ രക്ഷാചാലകം കണ്ടുപിടിച്ച ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനാണ് എന്ത് കണ്ടുപിടിച്ച പിള്ളേരെ ഈ പറയുന്ന ബൈഫോക്കൽ ലെൻസ് കണ്ടുപിടിച്ചത് കേട്ടോ. ക്ലിയർ ആണ്? അങ്ങനെ മിന്നലിൽ നോക്കി നോക്കി അങ്ങനെ കണ്ണിൽ മിക്കവാറും ഈ രണ്ടും കൂടെ വന്ന് കാണും. ദീർഘദൃഷ്ടിയും പ്രസവത്തി അടുത്തുള്ളതൊന്നും കാണാനും പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കാണാം, ഇടയ്ക്കിടയ്ക്ക് അവിടെ കാണാം. അപ്പോൾ അങ്ങനെ കണ്ടുപിടിച്ചിരിക്കും കേട്ടോ. ഓക്കെ, ലെഫ്റ്റ് ആയിക്കോ. ഇനി കണ്ണിൽ മർദ്ദം കൂടുന്ന രോഗം ഏതാണ്? കണ്ണിൽ മർദ്ദം കൂടുന്ന രോഗമാണ് ഗ്ലോക്കോമ. കണ്ണിൽ മർദ്ദം കൂടുന്ന രോഗമാണ് ഏത് പിള്ളേരെ? ഗ്ലോക്കോമ. ഗ്ലോക്കോമ. കണ്ണിൽ മർദ്ദം കൂടുന്ന രോഗമാണ് ഏത്? ഗ്ലോക്കോമ. കണ്ണിൽ മർദ്ദം കൂടുന്ന രോഗമാണ് ഗ്ലോക്കോമ. ക്ലിയർ ആണ്? ഈ നേത്രത്തിന്റെ ബാഹ്യപാളികളിൽ ഉണ്ടാവുന്ന അണുബാധ, ലെഫ്റ്റ് ആയിക്കോ. കണ്ണിന്റെ ബാഹ്യപാളികളിൽ ഉണ്ടാവുന്ന അണുബാധയെ പറയുന്ന പേരെന്താണ് കുട്ടികളെ? അതാണ് കൺജക്റ്റിവിറ്റീസ് എന്ന് പറയും, അല്ലെങ്കിൽ ചെങ്കണ്ണെന്ന് പറയും. കണ്ണിന്റെ ബാഹ്യപാളികളിൽ അല്ലെങ്കിൽ പുറമേയുള്ള ഭാഗങ്ങളിൽ ഉണ്ടാവുന്ന അണുബാധയെ പറയുന്ന പേരാണ് കൺജക്റ്റിവിറ്റീസ് അല്ലെങ്കിൽ ചെങ്കണ്ണ്. കൺജക്റ്റിവിറ്റീസ് അല്ലെങ്കിൽ ചെങ്കണ്ണെന്ന് പറയും. കൺജക്റ്റിവിറ്റീസ് അല്ലെങ്കിൽ ചെങ്കണ്ണെന്ന് പറയും. ഓക്കെ അല്ലേ? കുഴപ്പമില്ല. ഓക്കെ, ക്ലിയർ ആണ്? ഇത് ഇത്രയും മനസ്സിലായല്ലോ? ഒന്നുകൂടെ പറയണോ? കണ്ണിലുണ്ടാവുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ് ട്രക്കോമ. കണ്ണിലുണ്ടാവുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ് ഏത് കുട്ടികളെ? ട്രക്കോമ. കണ്ണിലുണ്ടാകുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ് ട്രക്കോമ. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്? പിള്ളേരെ പെട്ടെന്നൊന്ന് പറഞ്ഞു പോവാം. ഇലാസ് നഷ്ടപ്പെടുന്നത് വെള്ളെഴുത്താണ്, അല്ലെങ്കിൽ പ്രസ്ബയോപ്പി എന്ന് പറയും. പരിഹാരം കോൺവെക്സ്. സുതാര്യത തിമിരം, പരിഹാരം കോൺവെക്സ്. ദീർഘദൃഷ്ടി എന്ന് പറഞ്ഞാൽ ഹൈപ്പർ മെട്രോപ്പിയ, പരിഹാരം കോൺവെക്സ്. ഹ്രസ്വദൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു ഡൗട്ട്, ഒരു സെക്കൻഡ്. നോട്ട് ഷെയർ ചെയ്യും. നിങ്ങൾ കേട്ടിരിക്കുക. എഴുതണമെന്നില്ല. ക്ലിയർ ആണ്? ഹ്രസ്വദൃഷ്ടി മയോപ്പിയ എന്നറിയപ്പെടുന്നു. പരിഹാരം എന്താ കുട്ടികളെ? കോൺവെക്സ് ലെൻസ് ആണ്. വിഷമദൃഷ്ടി അല്ലെങ്കിൽ അസ്റ്റിഗ്മാറ്റിസം. വിഷമദൃഷ്ടിയാണ് നമ്മൾ എന്ത് പറയുന്നത്? അസ്റ്റിഗ്മാറ്റിസം എന്ന് പറയുന്നത്. അസ്റ്റിഗ്മാറ്റിസം സിലിണ്ടറിക്കൽ ലെൻസ് ആണ് പരിഹാരം. ഓക്കെ. ഇനി കണ്ണിന്റെ ആവരണത്തിൽ ഉണ്ടാകുന്ന അണുബാധയാണ് എന്തെന്ന് പറയുന്നത്? അസ്റ്റിഗ്മാറ്റിസം നമ്മുടെ കൺജക്റ്റിവിറ്റീസ് അല്ലെങ്കിൽ ചെങ്കണ്ണെന്ന് പറയും. കൺജക്റ്റിവിറ്റീസ് അല്ലെങ്കിൽ ചെങ്കണ്ണെന്ന് പറയും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി കണ്ണിൽ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ. അതുപോലെ കണ്ണിലുണ്ടാകുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷനെ പറയുന്ന പേരാണ് ട്രക്കോമ. കണ്ണിലുണ്ടാകുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷനെ പറയുന്ന പേരെന്താ കുട്ടികളെ? ട്രക്കോമ എന്നാണ്. ഓക്കെ അല്ലേ? എന്തോ ഡൗട്ട്, ഒരു സെക്കൻഡ് നിൽക്കടാ. ബൈഫോക്കൽ ലെൻസ് കണ്ടുപിടിച്ചത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ബൈഫോക്കൽ ലെൻസ് കണ്ടുപിടിച്ചത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ബൈഫോക്കൽ ലെൻസ് കണ്ടുപിടിച്ചത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ഓക്കെ അല്ലേ? ശരി. ചെയ്തേ. വളരെ താഴെ തന്നിരിക്കുന്ന പ്രസ്താവന ഏറ്റവും ശരിയായത് എന്നാണ് ചോദ്യം. മനുഷ്യഹൃദയത്തിന്റെ പേസ് മേക്കർ സ്ഥിതി ചെയ്യുന്നത് വലത് ഏട്രിയത്തിന്റെ വലത് മുകൾ കോണിലാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. അതായത് പേസ് മേക്കർ സ്ഥിതി ചെയ്യുന്നത് വലത് ഏട്രിയത്തിന്റെ വലത് മുകൾ കോണിലാണ്. ആൻസർ സി ആണ്. നമ്മളെ മനുഷ്യഹൃദയത്തിന്റെ പേസ് മേക്കർ എന്നറിയപ്പെടുന്ന ഏതാണ്? പേസ് മേക്കർ എന്നറിയപ്പെടുന്നത് എസ് എ നോഡാണ്. നമ്മളതിനെ സൈനോ ഏട്രിയൽ നോഡ് എന്ന് പറയും കേട്ടോ. മനുഷ്യഹൃദയത്തിന്റെ പേസ് മേക്കറാണ് എസ് എ നോഡ്. സൈനോ ഏട്രിയൽ നോഡ് എന്നറിയപ്പെടുന്നു. വലത് ഏട്രിയത്തിന്റെ വലത് മുകൾ കോണിലാണ് കേട്ടോ. ഓക്കെ, ബയോളജി കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഓക്കെ, 10 ശരിയാക്കിയവരുണ്ടോ ബയോളജിയിൽ? 10 ശരിയാക്കിയവരുണ്ടോ? ഓക്കെ, ഉണ്ട്. നല്ല കാര്യം. ഓക്കെ, ശരി. 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി വെക്കേ. അടുത്ത് കോൺസ്റ്റന്റ് ചെയ്തോ.
താഴെ കൊടുത്തിരിക്കുന്നതിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതെന്നാണ് ചോദ്യം. പൊതുജനാരോഗ്യം കൺകറന്റ് ലിസ്റ്റ് ആണോ? പൊതുജനാരോഗ്യം കൺകറന്റ് ലിസ്റ്റ് ആണോ? അല്ല. പൊതുജനാരോഗ്യം ഏതാ കുട്ടികളെ? പൊതുജനാരോഗ്യം വരുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ് കേട്ടോ, സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. ഓക്കെ. മായം ചേർക്കൽ കൺകറന്റ് ലിസ്റ്റിലാണോ? മായം ചേർക്കലാണ്. ഓക്കെ. തൊഴിലോ? തൊഴിലും കൺകറന്റ് ലിസ്റ്റിലാണ്. വ്യാപാരവും വാണിജ്യമോ? വ്യാപാരവും വാണിജ്യവും കൺകറന്റ് അല്ല, സ്റ്റേറ്റ് ലിസ്റ്റിലാണ് കേട്ടോ, സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. തെറ്റിക്കരുത്. വ്യാപാരവും വാണിജ്യവും സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. എന്നാൽ അന്താരാഷ്ട്ര വ്യാപാരം, അന്താരാഷ്ട്ര വാണിജ്യം, മനസ്സിലായ? ഫോറിൻ ട്രേഡൊക്കെയാണ് വരുന്നതെങ്കിൽ, അന്താരാഷ്ട്ര വാണിജ്യവും അന്താരാഷ്ട്ര വ്യാപാരമാണ് വരുന്നതെങ്കിൽ അത് യൂണിയൻ ലിസ്റ്റിൽ. വ്യാപാരവും വാണിജ്യവും എന്ന് ചോദിച്ചാൽ, വ്യാപാരവും വാണിജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് മാത്രമായിട്ട് ചോദിക്കുകയാണെങ്കിൽ പിള്ളേർ ഏതാണ്? സ്റ്റേറ്റ് ലിസ്റ്റാണ് കേട്ടോ, ഓർത്തിരിക്കുക. ഓക്കെ. പൊതുജനാരോഗ്യം സ്റ്റേറ്റ് ലിസ്റ്റാണ്. മായം ചേർക്കലും തൊഴിലും ട്രേഡ് യൂണിയനോ? ട്രേഡ് യൂണിയൻ കൺകറന്റ് ലിസ്റ്റാണ് അല്ലേ? ട്രേഡ് യൂണിയൻ കൺകറന്റ് ലിസ്റ്റാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ ആൻസർ ചെയ്തവരുടെ ഓപ്ഷൻ ബി ആണ്. 2ഉം 3. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത ചോദ്യം ചെയ്തേടാ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല. ഉത്തരം കമന്റ് ചെയ്തേ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഉദ്ദേശിക്കുന്നത് ഏതിനെയായിരിക്കും? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഉദ്ദേശിക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ആയിരിക്കും. മനസ്സിലായില്ലേ? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരിക്കും, അല്ലെങ്കിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരിക്കും. സംസ്ഥാനമാണെങ്കിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് എടുത്തു ചോദിക്കും. മനസ്സിലായോ? സംസ്ഥാനമാണെങ്കിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് എടുത്തു ചോദിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ അവിടെ ജോലി, അപ്പോൾ ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ജോലി എന്ന് പറഞ്ഞാൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത് അവരല്ല. നിങ്ങൾക്ക് അറിയാം ആരാ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്ന കുട്ടികളെ? അത് ഡീലിമിറ്റേഷൻ കമ്മീഷൻ അല്ലെങ്കിൽ അതിർത്തി നിർണയ കമ്മീഷനാണ് അല്ലേ? അതിർത്തി നിർണയ കമ്മീഷനാണ്. ഡീലിമിറ്റേഷൻ കമ്മീഷൻ അല്ലെങ്കിൽ അതിർത്തി നിർണയ കമ്മീഷനാണ്. അതെന്ത് ചെയ്യുന്നത് കുട്ടികളെ? ചെയ്യുന്നത്. ഓക്കെ. വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് അവരല്ലേ? വോട്ടർ പട്ടിക തയ്യാറാക്കുക എന്ന ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണ്. അതായത് നമ്മുടെ ഈ പറയുന്ന ലോകസഭ, നിയമസഭ ഇലക്ഷനൊക്കെ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കുന്ന ആരാണ് കുട്ടികളെ? പഞ്ചായത്ത്, അത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അല്ലേ? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ലെഫ്റ്റ് ആയിട്ട് വാ. ഇലക്ഷൻ കമ്മീഷന്റെ ആർട്ടിക്കിൾ ഏതാ? ഇലക്ഷൻ കമ്മീഷന്റെ ആർട്ടിക്കിൾ ഏതാ കുട്ടികൾ? ഇലക്ഷൻ കമ്മീഷന്റെ ആർട്ടിക്കിൾ ഏതാ? ഇലക്ഷൻ കമ്മീഷൻ ആർട്ടിക്കിൾ 324 മുതൽ 329 വരെയാണ് ഇലക്ഷൻ കമ്മീഷന്റെ ആർട്ടിക്കിൾ അല്ലെ? 324, 329 ഇലക്ഷൻ കമ്മീഷന്റെ ആർട്ടിക്കിൾ. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗസംഖ്യ അല്ല, കാലാവധി പറഞ്ഞു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാലാവധി എത്രയാണ്? 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് അല്ലേ? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. സംസ്ഥാനമാകുമ്പോഴോ 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. കേന്ദ്രമാകുമ്പോൾ 6 വർഷം അല്ലെങ്കിൽ 65, സംസ്ഥാനമാകുമ്പോൾ 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. ഓക്കെ, ക്ലിയർ ആണ്. അത് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ ബി വരും. 2 മാത്രം. ഓക്കെ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹൈക്കോടതിക്ക് നൽകാൻ കഴിയുന്ന ഉത്തരവ് എന്നാണ് ചോദ്യം. ഹേബിയസ് കോർപ്പസ് പറ്റുമോ ഹൈക്കോടതിക്ക്? പറ്റും. അതുപോലെ കോവാറന്റോ പറ്റും. സെഷ്യൂററി പറ്റുമോ? സെഷ്യൂററി പറ്റും. അതായത് ഈ പറയുന്നതെല്ലാം എന്താണ് കുട്ടികൾ? റിട്ടുകളാണല്ലേ? റിട്ടുകളാണ്. റിട്ടധികാരം ആർക്കൊക്കെയുണ്ട്? സുപ്രീം കോടതിക്കുമുണ്ട്, ഹൈക്കോടതിക്കുമുണ്ട്. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും എന്തുണ്ട്? റിട്ടധികാരമുണ്ട് അല്ലേ? ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും റിട്ടധികാരമുണ്ട്. ഓക്കെ ആണല്ലോ. സുപ്രീം കോടതി റിട്ടധികാരം എത്രയാ ആർട്ടിക്കിൾ? സുപ്രീം കോടതി റിട്ടധികാരം 32 ഹൈക്കോടതി റിട്ടധികാരം 226. ഹൈക്കോടതി റിട്ടധികാരം 226 അല്ലേ? ഓക്കെ, ലെഫ്റ്റ് ആയിക്കോ. ക്ലിയർ ആണ്.
ആ ഇനി ഈ അപ്പീൽ അധികാരം ആർക്കൊക്കെയാണുള്ളത്? അപ്പീൽ അധികാരം ആർക്കൊക്കെയാണുള്ളത്? അപ്പീൽ അധികാരം ആർക്കൊക്കെയാണുള്ളത്? അപ്പീൽ അധികാരം ഇവിടെ അപ്പീൽ അധികാരം സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ജില്ലാ കോടതിക്കുമുണ്ട് കേട്ടോ. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ജില്ലാ കോടതിക്കും എന്തുണ്ട്? അപ്പീൽ അധികാരമുണ്ട്. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ജില്ലാ കോടതിക്കും അപ്പീൽ അധികാരമുണ്ട്. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ജില്ലാ കോടതിക്കും എന്തുണ്ട് കുട്ടികളെ? അപ്പീൽ അധികാരമുണ്ട്. മനസ്സിലായല്ലോ? മനസ്സിലായി. ഓക്കെ. ഉപദേശാധികാരമോ? ഉപദേശാധികാരം ആർക്കൊക്കെയുണ്ട്? ഉപദേശാധികാരം ഉപദേശാധികാരം സുപ്രീം കോടതിക്കാണ്. സുപ്രീം കോടതിക്കാണ് ഉപദേശാധികാരം ഉള്ളത്. മനസ്സിലായോ? സുപ്രീം കോടതിക്കാണ് ഉപദേശാധികാരം ഉള്ളത്. ഓക്കെ. അപ്പോൾ ഓർത്തിരിക്കുക, റിട്ടധികാരം ഹൈക്കോടതിക്കുമുണ്ട് സുപ്രീം കോടതിക്കുമുണ്ട്. റിട്ടധികാരം ഹൈക്കോടതിക്കുമുണ്ട് സുപ്രീം കോടതിക്കുമുണ്ട്. അപ്പീൽ അധികാരം ലെഫ്റ്റ് ആയിക്കോ. അപ്പീൽ അധികാരം സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ജില്ലാ കോടതിക്കുമുണ്ട്. അപ്പീൽ അധികാരം സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ജില്ലാ കോടതിക്കുമുണ്ട്. ഉപദേശാധികാരം ആർക്ക് മാത്രം? സുപ്രീം കോടതിക്ക് അല്ലേ? ഉപദേശാധികാരം സുപ്രീം കോടതിക്ക്. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത ചോദ്യം ചെയ്തേ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നത് രാജ്യത്തിന്റെ പ്രതിരോധം ഉൾപ്പെടുമോ? നിർദ്ദേശക തത്വങ്ങളിൽ ഇല്ല, രാജ്യത്തിന്റെ പ്രതിരോധം ഉൾപ്പെടുന്നില്ല. അന്തർദേശീയ സമാധാനവും സുരക്ഷിതത്വവും ഉൾപ്പെടുന്നുണ്ടോ? അന്തർദേശീയ സമാധാനവും സുരക്ഷിതത്വവും ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ. ചൂഷണത്തിനെതിരെയുള്ള അവകാശം നിർദ്ദേശക തത്വമാണോ? അല്ല, ചൂഷണത്തിനുള്ള അവകാശം നിർദ്ദേശകത്വം അല്ല. പരിസ്ഥിതി സംരക്ഷണം നിർദ്ദേശക തത്വമാണോ? പരിസ്ഥിതി സംരക്ഷണം നിർദ്ദേശകത്വം ആണല്ലേ? ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഇവിടെ ഏതൊക്കെയാ വരുന്നേ? 2ഉം 4ഉം അല്ലെ? 2ഉം 4ഉമാണ് നിർദ്ദേശകത്വങ്ങൾ വരുന്നത്. 2ഉം 4ഉമാണ് വരുന്നത്. അപ്പൊ ഇവിടെ ഓപ്ഷൻ ഡി ആണ്. 2ഉം 4ഉം അല്ലേ? ഓപ്ഷൻ ഡി ആണ്. 2ഉം 4ഉം. ഓപ്ഷൻ ഡി 2ഉം 4ഉം. ഓക്കെ. ഈ അന്തർദേശീയ സമാധാനവും സുരക്ഷയും ഏതാ ആർട്ടിക്കിള്? 51 അല്ലേ? ഇവിടെ 51. അന്തർദേശീയ സമാധാനവും സുരക്ഷയും 51. പരിസ്ഥിതി സംരക്ഷണം ഏതാ ആർട്ടിക്കിൾ? പരിസ്ഥിതി സംരക്ഷണം 48A ആണ്. പരിസ്ഥിതി സംരക്ഷണം 48A ആണ് അല്ലേ? 48 ഏതാ ആർട്ടിക്കിൾ? 48 ഏതാ? 48 ഏതാ വരുന്നത്? 48 ഏതാ വരുന്നത് കുട്ടികളെ? 48 മൃഗസംരക്ഷണം. 48 മൃഗസംരക്ഷണം അല്ലേ? മൃഗസംരക്ഷണം. ഓക്കെ. 47 47ലാണ് മദ്യനിരോധനം അല്ലെ? മദ്യനിരോധനം 47. മദ്യനിരോധനം 48 മൃഗസംരക്ഷണം. 48A പരിസ്ഥിതി സംരക്ഷണം അല്ലെ? 48A പരിസ്ഥിതി സംരക്ഷണമാണ്. അതുപോലെ 49 എന്തോ? 49 പുരാവസ്തു സംരക്ഷണം അല്ലെ? പുരാവസ്തു സംരക്ഷണമാണ് 49 പുരാവസ്തു സംരക്ഷണമാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. 51ലാണ് അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും അല്ലേ? അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും 51ആണ്. ഓക്കെ, ക്ലിയർ ആണ്. ചെയ്തേ. താഴെ പറയുന്നവയിൽ മാർഗനിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന. ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടതാണ്. ശരിയോ തെറ്റോ? അല്ല, നിർദ്ദേശക തത്വങ്ങൾ കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാ കുട്ടികളെ? എവിടെ നിന്നാണ് നിർദ്ദേശക തത്വങ്ങൾ കടം കൊണ്ടിരിക്കുന്നത്? അയർലാൻഡിൽ നിന്നാണ് അല്ലേ? അയർലാൻഡിൽ നിന്നാണ്. അപ്പൊ അത് തെറ്റാണ്. ഒന്നാമത് തെറ്റാണ്. അപ്പൊ ആൻസറായി. ഒന്നാമത് തെറ്റാകുമ്പോൾ തന്നെ നമുക്ക് എ എലിമിനേറ്റ് ചെയ്യാം, ബി എലിമിനേറ്റ് ചെയ്യാം, സിയും എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ. ഇനി അടുത്ത് നമുക്ക് തെറ്റായ പ്രസ്താവനയാണ്. തെറ്റായ പ്രസ്താവന വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്ന് തെറ്റാണ്. 2, കോടതിയെ സമീപിക്കാൻ കഴിയുമോ? ഇല്ല, കോടതിയെ സമീപിക്കാൻ കഴിയില്ല. അപ്പോൾ 2ഉം തെറ്റാണ്. അപ്പോൾ 1ഉം 2ഉമാണ് ആൻസർ. ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉമാണ് ആൻസർ. വില്ലേജ് പഞ്ചായത്തുകളെ പ്രോത്സാഹിപ്പിക്കുന്നു. വില്ലേജ് പഞ്ചായത്ത് പ്രോത്സാഹിപ്പിക്കുന്നില്ലേ പിള്ളേരെ? പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഏത് ആർട്ടിക്കിളിലാണ് പ്രോത്സാഹിപ്പിക്കുന്നത് വില്ലേജ് പഞ്ചായത്തുകളെ? വില്ലേജ് പഞ്ചായത്തുകളെ പ്രോത്സാഹിപ്പിക്കുന്നത് ആർട്ടിക്കിൾ 40ലാണ്. ആർട്ടിക്കിൾ 40ലാണ് വില്ലേജ് പഞ്ചായത്തുകളെ പ്രോത്സാഹിപ്പിക്കുന്നത്. ആർട്ടിക്കിൾ 40ലാണ് അല്ലെ? ആർട്ടിക്കിൾ 40ലാണ്. ഓക്കെ. അടുത്ത ചോദ്യം. സമവർത്തി ലിസ്റ്റിലോ സംസ്ഥാന ലിസ്റ്റിലോ പറഞ്ഞിട്ടില്ലാത്ത ഏതൊരു വിഷയമായും
ബന്ധപ്പെട്ട് നിയമം നിർമ്മിക്കുവാൻ പാർലമെന്റിന് അധികാരം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിരിക്കുന്ന അനുച്ഛേദം ഏതാണ്? വളരെ ആർട്ടിക്കിൾ 248. അതായത് ഇത് നോക്കിയേ, ശ്രദ്ധിച്ചു നോക്കിയേ, കൺകറന്റ് ലിസ്റ്റിലോ സ്റ്റേറ്റ് ലിസ്റ്റിലോ പറഞ്ഞിട്ടില്ലാത്ത ഏതൊരു വിഷയവുമായും ബന്ധപ്പെട്ട് നിയമം നിർമ്മിക്കുവാൻ പാർലമെന്റിന് അധികാരം ഉണ്ടായിരിക്കുന്നു. അതാണ് അവശിഷ്ടാധികാരം. ഏതാ കുട്ടികളെ? അവശിഷ്ടാധികാരം. ഏത് ആർട്ടിക്കിള്? 248. അവശിഷ്ടാധികാരം 248. ഞാൻ പറയുന്നില്ല, 248 അവശിഷ്ടാധികാരം. കടമെടുത്തത് എവിടെ നിന്നാ? കടമെടുത്ത് എവിടെ നിന്നാ കുട്ടികളെ? കാനഡയിൽ നിന്നാണ് കേട്ടോ. കാനഡയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. കാനഡയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം ചെയ്തേ. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായത് കണ്ടെത്തിയോ? സംസ്ഥാനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന തർക്കങ്ങളെക്കുറിച്ച് അന്വേഷണ വിചാരണ നടത്തുവാനും ഉപദേശിക്കുവാനും പ്രസിഡന്റിന് അധികാരമുണ്ടായിരിക്കും. സംസ്ഥാനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന തർക്കങ്ങളെക്കുറിച്ച് അന്വേഷണ വിചാരണ നടത്തുവാനും ഉപദേശിക്കുവാനും പ്രസിഡന്റിന് അധികാരമുണ്ടായിരിക്കുമോ ഇല്ലയോ? അവിടെ നോട്ടത്. ഓക്കെ, അടുത്ത് സംസ്ഥാനങ്ങളുടെ കടമെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 293. ശരിയാണ്. ഓക്കെ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വർഷം തോറും ഒരു റിപ്പോർട്ട് പാർലമെന്റിൽ സമർപ്പിക്കേണ്ടതാണ്. തെറ്റാണ്. UPSC റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ആർക്കാ കുട്ടികളെ? രാഷ്ട്രപതിക്കാണ്. UPSC റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് രാഷ്ട്രപതിക്കാണ്. ഓക്കെ, ക്ലിയർ ആണ്. ദേശീയ പട്ടികജാതി കമ്മീഷൻ എന്നത് ഒരു ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ ഉൾപ്പെടെ 4 അംഗങ്ങൾ. പട്ടികജാതി, പട്ടികവർഗ, പിന്നാക്ക വിഭാഗ കമ്മീഷനിലെല്ലാം അംഗസംഖ്യ 5 ആണ്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആണ്. അപ്പം അത് തെറ്റാണ്. അപ്പം 3ഉം 4ഉം തെറ്റാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഒന്ന് ശരിയല്ലേ? തർക്ക പരിഹാരമല്ല പറഞ്ഞിരിക്കുന്നത്. തർക്ക പരിഹാരം, സംസ്ഥാനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന തർക്കങ്ങളെ പരിഹരിക്കുന്നതാര്? അതാരാ? സംസ്ഥാനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന തർക്കങ്ങളെ പരിഹരിക്കുന്ന സുപ്രീം കോടതി. മനസ്സിലായ? സംസ്ഥാനങ്ങൾക്കിടയിലെ തർക്കങ്ങൾ പരിഹരിക്കുന്ന സുപ്രീം കോടതിയാണ്. എന്നാൽ രാഷ്ട്രപതിക്ക് സംസ്ഥാനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന തർക്കങ്ങളെക്കുറിച്ച് അന്വേഷണ വിചാരണ നടത്തുവാനും ഉപദേശിക്കുവാനും രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. അദ്ദേഹം രാഷ്ട്രത്തലവനാണ്. രാഷ്ട്രത്തലവനാണ് അദ്ദേഹം. മനസ്സിലായോ? അധികാരം അതെ. പക്ഷെ തർക്കം പരിഹരിക്കുന്നത് എവിടെയെന്ന് ഇട്ടുകഴിഞ്ഞാൽ തർക്കം പരിഹരിക്കുന്നത് ലെഫ്റ്റ് ആയിക്കോ. ബാക്കി അടുത്ത റിവിഷൻ കയറി അറ്റൻഡ് ചെയ്തോണം കേട്ടോ. ഞാൻ ഫാസ്റ്റായിട്ട് പോവാം. പരമാവധി ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കാം. ഒരു 70 ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ പരമാവധി ചെയ്യിപ്പിക്കും ഞാൻ. ഓക്കെ, ക്ലിയർ ആണ്. അപ്പം ഇവിടെ ശരിയായിട്ടുള്ളത് 1ഉം 2ഉമാണ് ശരി. ഓക്കെ അല്ലേ? ഓക്കെ, ക്ലിയർ ആണ്. ബാക്കി ഡൗട്ടുള്ളതൊക്കെ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ നമുക്ക് പെട്ടെന്ന് ചെയ്ത് പോവാമേ. എന്നാലും തീരത്തുള്ളൂ, അല്ലാതെ തീരത്തില്ല. ബാക്കി ഡൗട്ടൊക്കെ നമ്മൾ നാളെ തൊട്ട് ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത ചോദ്യം ചെയ്തടാ, ഒന്ന് പറയാവോ? ഏതാ ഇപ്പൊ പറഞ്ഞതാണോ? കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിൽ തർക്കമുണ്ടാവുകയാണെങ്കിൽ അത് പരിഹരിക്കുന്നത് സുപ്രീം കോടതി. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിൽ തർക്കമുണ്ടാവുകയാണെങ്കിൽ അത് പരിഹരിക്കുന്നത് സുപ്രീം കോടതി. സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ തർക്കമുണ്ടാവുകയാണെങ്കിൽ അത് പരിഹരിക്കുന്ന സുപ്രീം കോടതി. പക്ഷേ സംസ്ഥാനങ്ങളിൽ ഉണ്ടാവുന്ന തർക്കങ്ങളെക്കുറിച്ച് അന്വേഷണ വിചാരണ നടത്തുവാനും ഉപദേശിക്കുവാനും ആർക്കധികാരമുണ്ട്? രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന തർക്കങ്ങളെക്കുറിച്ച് അന്വേഷണ വിചാരണ നടത്തുവാനും ഉപദേശിക്കുവാനും രാഷ്ട്രപതിക്ക് അധികാരം ഉണ്ടായിരിക്കും. പ്രസിഡന്റിന് അധികാരം ഉണ്ടായിരിക്കും. ക്ലിയർ ആണല്ലോ? ഇനി സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് ആർട്ടിക്കിൾ 293. ഇതൊക്കെ ഞാൻ ഒരുപാട് തവണ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണ്. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് 293. കേന്ദ്ര സർക്കാർ, സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിൽ 292 അല്ലേ? 292. ഓക്കെ. UPSC റിപ്പോർട്ട് കൊടുക്കേണ്ടത് രാഷ്ട്രപതിക്ക്. സ്റ്റേറ്റ് പി എസ് സി റിപ്പോർട്ട് കൊടുക്കേണ്ട ആർക്കാ? സ്റ്റേറ്റ് PSC റിപ്പോർട്ട് കൊടുക്കേണ്ടത് ഗവർണർക്കാണ്. ഓക്കെ. SC ST പിന്നാക്ക വിഭാഗം, പിന്നാക്ക വിഭാഗം എത്രയാണ് അംഗസംഖ്യ?
SC ST പിന്നാക്ക വിഭാഗം അംഗസംഖ്യ അഞ്ചാണ്. SC ST പിന്നാക്ക വിഭാഗം അംഗസംഖ്യ എത്ര പിള്ളേരെ? അഞ്ചാണ്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അംഗസംഖ്യ എത്രയാ? ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അംഗസംഖ്യ 7 ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അംഗസംഖ്യ 7 കേട്ടോ. 7 ഓക്കെ, ക്ലിയർ ആണ്. ചെയ്തേ, കോളെടുത്തോ. ആ 292 സെൻട്രൽ ഗവൺമെന്റിന്റെ കടമെടുപ്പ്. 292 കേട്ടോ. സെൻട്രൽ ഗവൺമെന്റിന്റെ കടമെടുപ്പ് 292 കേട്ടോ. ഓക്കെ, ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് പോവും. കൂടെ നിങ്ങളെ ക്വസ്റ്റ്യൻ പരമാവധി എടുക്കാൻ പറ്റുന്ന എടുത്ത് കേട്ടിരിക്കട്ടെ. റിവിഷനായിട്ട് പോകാം, നമുക്ക് ഇല്ല തീരത്തില്ല. ബാക്കിയൊക്കെ നമുക്ക് നാളെ തൊട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരും, നിങ്ങൾക്ക് ഡൗട്ടുള്ള എല്ലാ പോർഷനും. ഓക്കെ, വളരെ താഴെ പറയുന്നത് ശരിയായ പ്രസ്താവന എന്നാണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം 46 ഡിസംബർ 9 ശരിയാണോ? ആരംഭിച്ച ഡിസംബർ 9 46 ഡിസംബർ 9 ആരംഭിച്ച സമ്മേളനം എന്നാണ് അവസാനിച്ചത്? 46 ഡിസംബർ 9 ആരംഭിച്ച സമ്മേളനം അവസാനിക്കുന്നത് ഡിസംബർ മാസം 23 അവസാനിച്ചു. ഡിസംബർ മാസം 23 അവസാനിച്ചു. അപ്പൊ ശരി, ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 207. ശരിയോ തെറ്റോ? ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 207. ശരി. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകൾ 7. ശരിയോ തെറ്റോ? ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകളുടെ എണ്ണം 7 അല്ല 9 ആണ്. തെറ്റ്. അപ്പൊ എയും ബിയും ശരി. ഓപ്ഷൻ എയും ബിയും ശരി. എ ആൻഡ് ബി ശരി. എയും ബിയും ആണ് ശരി. ഓക്കെ അല്ലേ? ഓക്കെ ആണ്, ക്ലിയർ ആണ്. എത്ര വനിതകൾ ഉണ്ടായിരുന്നു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ? വനിതകളുടെ എണ്ണം എത്ര? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ വനിതകളുടെ എണ്ണം 17. ആഫ്റ്റർ പാർട്ടീഷൻ, വിഭജനത്തിന് ശേഷം 15. വിഭജനത്തിന് മുമ്പ് 17, വിഭജനത്തിന് ശേഷം 15 കേട്ടോ. വിഭജനത്തിന് മുമ്പ് 17, വിഭജനത്തിന് ശേഷം 15 ആണ് കേട്ടോ. ഓക്കെ, ചെയ്. താഴെ പറഞ്ഞിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. പഞ്ചായത്ത് രാജ് സംവിധാന പ്രകാരം 1/3 സീറ്റുകൾ എല്ലാ തലങ്ങളിലും സ്ത്രീകൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട്. ഉണ്ട്, ശരിയാണ്. 1/3 സീറ്റുകൾ എല്ലാ തലത്തിലും സ്ത്രീകൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് ആയിക്കോ. പഞ്ചായത്ത് രാജ് ഭരണഘടനയിൽ 11ാം ഷെഡ്യൂളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആണ്, ശരിയാണ്. ഗ്രാമസഭയുടെ മേൽനോട്ടത്തിലാണ് ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിക്കുന്നത്. ശരിയാണ്. ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും അധ്യക്ഷൻ വാർഡ് മെമ്പറുമാണ്. തിരിച്ചാണ്. ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് വാർഡ് മെമ്പറും അധ്യക്ഷൻ പ്രസിഡന്റ്. ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡ് സഭ വിളിച്ചു ചേർക്കുന്നത് വാർഡ് മെമ്പർ, അധ്യക്ഷൻ പ്രസിഡന്റ്. 4 D ആണ് തെറ്റ്. ഓക്കെ, അടുത്ത് അടിയന്തരാവസ്ഥ കാലത്ത് അനുച്ഛേദം 19 റദ്ദ് ചെയ്യുന്നത് സംബന്ധിച്ച ആർട്ടിക്കിൾ എല്ലാവർക്കും അറിയായിരിക്കും. ആർട്ടിക്കിൾ 358 ആണ് അല്ലെ? 358 ആണ്. 20ഉം 21 ഒഴികെയുള്ള ബാക്കിയുള്ള മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യപ്പെടും. അത് 359. 20ഉം 21 ഒഴികെയുള്ള ബാക്കിയുള്ള മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യപ്പെടും. അത് 359. ആർട്ടിക്കിൾ 19 റദ്ദ് ചെയ്യപ്പെടും. അത് 358. ആർട്ടിക്കിൾ 19 റദ്ദ് ചെയ്യപ്പെടും. 358. ഓക്കെ അല്ലേ? കോൺസ്റ്റിറ്റ്യൂഷനും കഴിഞ്ഞിരിക്കുകയാണ്. 10 വർഷം കഴിഞ്ഞിരിക്കുന്നു. ആർക്കൊക്കെ 10 മാർക്കുണ്ട്? 10 മാർക്കുള്ളത് മാത്രം കമന്റ് ചെയ്താൽ മതി. 10 മാർക്കുള്ളത് കമന്റ് ചെയ്തേ. 10 ശരിയാക്കി വരും. പത്തുള്ളൊരു കമന്റ് ചെയ്യടാ. 10 ഒരാൾക്കേ ഉള്ളോ? അയ്യേ, മോശം തന്നെ കേട്ടാ. കുഴപ്പമില്ല, സിവിക്സിൽ പിടിക്കാം. ചെയ്തോ.
ഭരണവും ഭരണ സംവിധാനങ്ങളും. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതി അല്ലാത്തത് എന്നാണ് ചോദ്യം. നമ്മൾ സിവിക്സിനോട് കഴിഞ്ഞിട്ട് ബ്രേക്ക് എടുക്കും, അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ഇരിക്കും. ഓക്കെ, എനിക്ക് തൊണ്ട വേണ്ടിയിരുന്നു എനിക്ക്. വളരെ താലോലം സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണോ? താലോലം, യെസ്, താലോലം സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ്. ഓക്കെ, താലോലം 18 വയസ്സിന് താഴെ പ്രായമുള്ള മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്കുള്ള പദ്ധതിയാണ് താലോലം അല്ലേ? ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത സ്നേഹപൂർവമോ? സ്നേഹപൂർവം സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ്. സ്നേഹപൂർവം സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ്. മാതാപിതാക്കൾ നഷ്ടപ്പെട്ടതോ മാതാപിതാക്കളുടെ സംരക്ഷണമില്ലാത്തതോ ആയ കുട്ടികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവ്വം അല്ലെ? സ്നേഹപൂർവ്വം. ശ്രുതി തരംഗവും സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ്. ശ്രുതി തരംഗവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രുതി തരംഗം എന്തെന്ന് കേട്ട് കഴിഞ്ഞാൽ എന്താ കുട്ടികൾ? ശ്രുതി തരംഗം ഈ പറയുന്ന കേൾവിശക്തിക്ക് അല്ലെങ്കിൽ കേൾവി തകരാറുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ നൽകുന്ന പദ്ധതിയാണ് ശ്രുതി തരംഗം. കുടുംബശ്രീയോ? കുടുംബശ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LSGDയുടെ കീഴിൽ വരുന്ന പദ്ധതിയാണ് കേട്ടോ. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കീഴിൽ വരുന്ന പദ്ധതിയാണ്. അതായത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കിയിട്ടുള്ള പദ്ധതിയാണ്. അപ്പോൾ അത് ഉൾപ്പെടുന്നില്ല. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അടുത്ത ചെയ്തേ. കേരള സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ രൂപം കൊണ്ട ഭരണഘടന അനുച്ഛേദം. സാമ്പത്തിക കമ്മീഷൻ 243I 243 അല്ലെ? 243 ഐയും 243 ഒയ്യുമാണ്. സാമ്പത്തിക കമ്മീഷൻ 243 ഐയും ആണ് അല്ലേ? ഒയ്യുമാണ്. 243 കെ നിങ്ങൾക്കറിയാം. 243 കെയും 243 ZAയും ഏതാ? അത് ഇലക്ഷൻ കമ്മീഷനാണ്. ഇലക്ഷൻ കമ്മീഷനാണ്. ഓക്കെ, 243 ZDയോ? 243 ZD ജില്ലാ ആസൂത്രണ സമിതിയുടെ ജില്ലാ ആസൂത്രണ സമിതിയാണ് 243 ZD. ജില്ലാ ആസൂത്രണ സമിതിയാണ് 243 ZD. ഓക്കെ, 243 IOI സാമ്പത്തിക കമ്മീഷൻ, 243 കെയും ZDയും ഇലക്ഷൻ കമ്മീഷൻ, 243 ZD ജില്ലാ ആസൂത്രണ സമിതി. ഓക്കെ, ചെയ്തേ. മന്ദഹാസം പദ്ധതി ആർക്ക് വേണ്ടിയിട്ടുള്ളതാ? മന്ദഹാസം പദ്ധതി ആർക്ക് വേണ്ടിയിട്ടുള്ളതാ? BPL വിഭാഗത്തിൽപ്പെട്ട മുതിർന്ന പൗരന്മാർക്ക് അല്ലെ? BPL വിഭാഗത്തിൽപ്പെട്ട മുതിർന്ന പൗരന്മാർക്ക് എന്ത് നൽകുന്ന പദ്ധതിയാണ്? വെപ്പുവല നൽകുന്ന പദ്ധതിയാണ് മന്ദഹാസം. സമന്വയ പദ്ധതി ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? സമന്വയ പദ്ധതി ട്രാൻസ്ജെൻഡേഴ്സിനുള്ളതാണ് അല്ലേ? അതായത് ട്രാൻസ്ജെൻഡേഴ്സിനുള്ള പദ്ധതിയാണ് ഏത്? സമന്വയ പദ്ധതി. അഭയകിരണം പദ്ധതിയോ? നിരാലംബരായിട്ടുള്ള വിധവകൾ അല്ലെ? വിധവകൾ. അടുത്ത് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് സ്കീമോ? നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് സ്കീം ഭിന്നശേഷിക്കാർ അല്ലെ? ഭിന്നശേഷിക്കാർ. ഓക്കെ, അപ്പോൾ ഇവിടെ 4, 5, 1, 3 ഓപ്ഷൻ എ ആണ് ആൻസർ. ഞാൻ പറയുകയാണ്, ഈ പദ്ധതികൾ 4 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഒട്ടുമിക്ക എല്ലാ പരീക്ഷയിലും ക്വസ്റ്റ്യൻ കണ്ടുവരുന്ന ഒരു ഭാഗമാണ് ഈ പറയുന്ന പദ്ധതികൾ. ഈ പറയുന്ന 4 പദ്ധതികളും പഠിച്ചിരിക്കുക. മന്ദഹാസം BPL വിഭാഗത്തിൽപ്പെട്ട മുതിർന്ന പൗരന്മാർക്ക് വെപ്പുപല്ല്, സമന്വയ പദ്ധതി ട്രാൻസ്ജെൻഡേഴ്സിന്, അഭയകിരണം പദ്ധതി നിരാലംബരായിട്ടുള്ള വിധവകൾ, അതുപോലെ നമ്മുടെ നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് അംഗപരിമിതർക്കുള്ള അല്ലെങ്കിൽ ഭിന്നശേഷിക്കാർക്കുള്ളതാണ് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് കേട്ടോ. ഓക്കെ, കേരളത്തിൽ പഞ്ചായത്തി രാജ് ദിനം ചെയ്തേ. ഉത്തരം കമന്റ് ചെയ്തേ. കേരളത്തിൽ പഞ്ചായത്തി രാജ് ദിനം ഫെബ്രുവരി 19 തന്നെയാണ്. ഈ ഫെബ്രുവരി 19 ആരുടെ ജന്മദിനം എന്നറിയോ? ബൽബന്തറായ് മേത്തയുടെ ജന്മദിനമാണ്. കേരളത്തിൽ പഞ്ചായത്തി രാജ് ദിനം ഫെബ്രുവരി 19 എന്നാൽ ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് ദിനം എന്ന് ചോദിച്ചാൽ ഏതാണ്? ദേശീയ പഞ്ചായത്ത് രാജ് ദിനം ഏതാണ്? ദേശീയ പഞ്ചായത്ത് രാജ് ദിനം ഏപ്രിൽ 24 മനസ്സിലായോ? കേരള സർക്കാരിന് നമ്മുടെ ബൽബന്തറായ് മേത്തയോട് ഭയങ്കര സ്നേഹമുള്ളത് കാരണം
കേരള സർക്കാർ ഫെബ്രുവരി 19 തന്നെയാണ് ആചരിക്കുന്നത്. എന്നാൽ ഇന്ത്യയിൽ ദേശീയ പഞ്ചായത്ത് രാജ് ദിനം ഏപ്രിൽ 24 കേട്ടോ. ദേശീയം ഏപ്രിൽ 24, കേരളത്തിൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഫെബ്രുവരി 19. ഇനി പഞ്ചായത്ത് രാജ് ദിനം ചോദിച്ചിട്ട് ഏപ്രിൽ 24 ഓപ്ഷൻ ഇല്ലെങ്കിൽ ഫെബ്രുവരി 19 ആണെങ്കിൽ അത് എഴുതുക. മനസ്സിലായോ? ഓക്കെ. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം രൂപീകൃതമായത് ഏത് ആക്ട് പ്രകാരമാണ്? കുഴപ്പമില്ല. നമ്പർ പഠിച്ചിരിക്കുക. 2008 28 നമ്പർ ആക്ട്, 2008 28 നമ്പർ ആക്ട്, 2008 28 നമ്പർ ആക്ട് പ്രകാരമാണ്. 2008 28 നമ്പർ ആക്ട് പ്രകാരമാണ്. ഓക്കെ. ദിനം നമുക്കറിയാം. ദിവസം ഏതാ? നിലയിൽ വന്ന ദിവസം ഏതാ? ഓഗസ്റ്റ് 11 ആണ് ദിനം. ഓഗസ്റ്റ് 11 ആണ് കേട്ടോ. ഓക്കെ. എടാ ഞാൻ ചോദിക്കട്ടെ, ഈ ദേശീയ ദുരന്ത നിവാരണ നിയമം ഉണ്ടല്ലോ, ദേശീയ ദുരന്ത നിവാരണ നിയമം, അത് എപ്പോഴാണ് നിലയിൽ വന്നത്? ദേശീയ ദുരന്ത നിവാരണ നിയമം അത് 2005 ഡേറ്റ് പറയാം. 2005 ദുരന്ത നിവാരണ ദിനം ഡിസംബർ 23 ആണ്. 2005 ഡിസംബർ 23 ആണ്. ദേശീയ ദുരന്ത നിവാരണ നിയമം 2005 ഡിസംബർ 23. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയോ അതും ഇതേ തീയതിയിലാണ്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും ഇതേ തീയതിയിൽ തന്നെയാണ്. ദേശീയ ദുരന്ത നിവാരണ നിയമം എന്ന് ചോദിച്ചാലോ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് ചോദിച്ചാലോ 2005 ഡിസംബർ 23. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് ചോദിച്ചാൽ 2007 മെയ് 4. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് ചോദിച്ചാൽ 2007 മെയ് 4. കേരളത്തിൽ ദുരന്ത നിവാരണ നയം എന്ന് ചോദിച്ചാലോ ഏത് വർഷമാണ്? കേരളത്തിൽ ദുരന്ത നിവാരണ നയം എന്ന് ചോദിച്ചാൽ 2010. കേരളത്തിൽ ദുരന്ത നിവാരണ നയം എന്ന് പറഞ്ഞാൽ 2010. കേരളത്തിൽ ദുരന്ത നിവാരണ നയം 2010. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. അടുത്ത ചോദ്യം ചെയ്തേ. കേരള ജുഡീഷ്യൽ സർവീസിലെയോ കേരള ക്രിമിനൽ ജുഡീഷ്യൽ സർവീസിലെയോ ഒരു അംഗത്തെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമുള്ളത്, കൺഫ്യൂഷൻ വേണ്ട, ജുഡീഷ്യൽ സർവീസിലാണെങ്കിൽ പെട്ടെന്ന് വാ, ക്രിമിനൽ ജുഡീഷ്യൽ സർവീസ് ആണെങ്കിൽ അത് ഹൈക്കോടതിയാണ്. നിങ്ങൾക്ക് ഒരു ചോദ്യം കൂടെ ചോദിക്കാറുണ്ട്. കേരളത്തിൽ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിലെ ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ്റെ ഹയർ അതോറിറ്റി ഏതാണ്? ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ്റെ ഹയർ അതോറിറ്റി ഹൈക്കോടതികളാണ്. അതുകൊണ്ട് തന്നെ ജുഡീഷ്യൽ സർവീസിലെയോ കേരള ക്രിമിനൽ ജുഡീഷ്യൽ സർവീസിലെയോ ഒരു അംഗത്തെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം ആർക്കാണ് കുട്ടികളെ? അത് ഹൈക്കോടതിക്കാണെന്ന് ഓർത്തിരിക്കുക. ഹൈക്കോടതിക്കാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം ചെയ്തേടാ. സുപ്രീം കോടതിയുടെ തനതധികാരം. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ തനത് അധികാരത്തിൽ പെടാത്തത് ഏതെന്നാണ് ചോദ്യം. ഏതാ കുട്ടികളെ തനത് പെടാത്തത്? കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള തർക്കങ്ങൾ തനത് അധികാരത്തിൽ പെടുന്ന കാര്യമാണ്. സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കം തനത് അധികാരത്തിൽ പെടുന്ന കാര്യമാണ്. തമ്മിലുള്ള തർക്കവും തനത് പെടുന്ന കാര്യമാണ്. അപ്പീൽ അധികാരം തനത് അധികാരമല്ല. ഉത്തരവുകൾ പുറപ്പെടുവിക്കൽ അധികാരം, റിട്ടുകൾ പുറപ്പെടുവിക്കൽ അധികാരവും തനത് അധികാരമല്ല. അപ്പോൾ ഓപ്ഷൻ എ ആണ്. C and D എന്നതാണ് ആൻസർ. ഓക്കെ. ഈ തനത് അധികാരത്തിന്റെ ആർട്ടിക്കിൾ ഏതാ? ആർട്ടിക്കിൾ ഏതാ കുട്ടികളെ? തനതധികാരം ആർട്ടിക്കിൾ 131 തനതധികാരത്തിന്റെ ആർട്ടിക്കിൾ. ഓക്കെ, ചെയ്തേ. തനതധികാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്രീം കോടതിക്ക് മാത്രമായിട്ട് പ്രയോഗിക്കാൻ കഴിയുന്ന അധികാരം, അല്ലെങ്കിൽ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയും. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിൽ തർക്കമുണ്ടായി കഴിഞ്ഞാൽ അവിടെ ആ തർക്കം പരിഹരിക്കുന്ന സുപ്രീം കോടതി തനത് അധികാരം പ്രയോഗിച്ചുകൊണ്ടാണ്. സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ തർക്കമുണ്ടായാലും സുപ്രീം കോടതി അതിൽ ഇടപെട്ട് പരിഹരിക്കുന്നത്
തനതധികാരം പ്രയോഗിച്ചുകൊണ്ടാണ്. ഓക്കെ, പിള്ളേരെ പറ, പി കെ തുങ്കൻ കമ്മിറ്റി ഏത് വർഷം? പി കെ തുങ്കൻ കമ്മിറ്റി 1989. ബൽബന്ത് റായ് മേത്ത കമ്മിറ്റി ഏത് വർഷം? ബൽബന്ത് റായ് മേത്ത കമ്മിറ്റി 1957. അശോക് മേത്ത കമ്മിറ്റി ഏത് വർഷം? അശോക് മേത്ത കമ്മിറ്റി 1977. അശോക് മേത്ത കമ്മിറ്റി 1977. എല്ലാം സിഗ്ബി കമ്മിറ്റി ഏത് വർഷം? 1986. ഇത് ഇത്രയും പഠിച്ചു വെച്ചോ, നിങ്ങൾക്ക് ഈ സാധനം ചോദിക്കും. സിവിക്സിൽ ഭരണ സംവിധാനങ്ങളിൽ ഈ പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് വരുന്നതാണ് ഈ കമ്മിറ്റികൾ. ഓക്കെ, അപ്പം ഇതിൽ ഏതാണ് ആൻസർ വരുന്നത്? ഇപ്പോൾ പി കെ തുങ്കൻ 1989. 1B വരും, 2D വരും. 1B 2D 1B 2D ആകുമ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. ഓക്കെ, അപ്പോൾ ഈ വർഷങ്ങൾ പഠിച്ചോ, എഴുതി തന്നെ പഠിച്ചോ, വർഷങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിള്ളേരെ ഇതൊന്നും ചെയ്തേടാ. പിള്ളേരെ ഈ നിയമനിർമ്മാണ പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങൾ അല്ലേ? ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ആദ്യം വരുന്നത് 1ാം വായന, പിന്നെ വരുന്നത് 2ാം വായന, പിന്നെ വരുന്നത് ഏതാ പിള്ളേരെ? കമ്മിറ്റി ഘട്ടം, പിന്നെ വരുന്നത് റിപ്പോർട്ടിംഗ് ഘട്ടം, ഏറ്റവും ഒടുവിലാണ് 3ാം വായന വരുന്നത്. 3ാം വായന വരുന്നത് ഏറ്റവും ഒടുവിലാണ്. അപ്പോൾ ഏത് ആൻസറായിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരുന്നത്. ACBDBE. 1ാം വായന, 2ാം വായന, കമ്മിറ്റി ഘട്ടം, റിപ്പോർട്ടിംഗ് ഘട്ടം, 3ാം വായന. ഓക്കെ അല്ലേ? ഒരു സാധാരണ ബില്ല് ഏത് സഭയിലാണ് ആദ്യം അവതരിപ്പിക്കേണ്ടത്? ഒരു സാധാരണ ബില്ല് ഏത് സഭയിലാണ് അവതരിപ്പിക്കേണ്ടത് കുട്ടികളെ? ഒരു സാധാരണ ബില്ല് ഏത് സഭയിൽ വേണോ അവതരിപ്പിക്കാൻ കഴിയും. ഓക്കെ, ഭരണഘടനാ ഭേദഗതി ബില്ലാണെങ്കിലോ? ഭരണഘടനാ ഭേദഗതി ബില്ലാണെങ്കിലും ഏത് സഭയിൽ അവതരിപ്പിക്കുക? മനസ്സിലായ? ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ച് കേൾക്കുക. മണി ബില്ലൊഴിച്ച് ഏതൊരു ബില്ലും ഏത് സഭയിൽ വേണം അവതരിപ്പിക്കാം. ഓക്കെ, മണി ബില്ല് ലോകസഭയിൽ ആദ്യം അവതരിപ്പിക്കാൻ പാടുള്ളൂ. മണി ബില്ല് ലോകസഭയിൽ മാത്രമേ ആദ്യം അവതരിപ്പിക്കാൻ പാടുള്ളൂ. ഉപരാഷ്ട്രപതിക്കെതിരെയുള്ള പ്രമേയം, ഉപരാഷ്ട്രപതിയെ പുറത്താക്കാനുള്ള പ്രമേയം, അതെവിടെയാണ് അവതരിപ്പിക്കേണ്ടത്? ആദ്യം ഉപരാഷ്ട്രപതിയെ പുറത്താക്കാനുള്ള പ്രമേയം ആദ്യം അവതരിപ്പിക്കേണ്ടത് രാജ്യസഭയിലാണ്. ഉപരാഷ്ട്രപതിയെ പുറത്താക്കാനുള്ള പ്രമേയം ആദ്യം അവതരിപ്പിക്കേണ്ടത് രാജ്യസഭയിലാണ്. ഓക്കെ അല്ലേ? ബാക്കിയുള്ള എല്ലാ ബില്ലുകളും ആദ്യം അവതരിപ്പിക്കേണ്ടത് ഏത് സഭയിൽ വേണം അവതരിപ്പിക്കാം? മണി ബില്ല് ഒഴിച്ച്. ഓക്കെ, ക്ലിയർ ആണ്. പിന്നെ നിങ്ങൾ ഓർക്കേണ്ടത്, മന്ത്രി അല്ലാത്തൊരു ആൾ അവതരിപ്പിക്കുന്ന ബില്ലിനെ പറയുന്ന പേരെന്താ? മന്ത്രി അല്ലാത്ത ഒരാൾ അവതരിപ്പിക്കുന്ന ബില്ല് എന്താണ് പിള്ളേരെ? സ്വകാര്യ ബില്ലാണ് കേട്ടോ. സ്വകാര്യ ബില്ലാണ്. മന്ത്രി അല്ലാത്ത ഒരാൾ അവതരിപ്പിക്കേണ്ടത് സ്വകാര്യ ബില്ലാണ്. ഓക്കെ, ഈ അവിശ്വാസ പ്രമേയം ആദ്യം അവതരിപ്പിക്കേണ്ടത് എവിടെയാണ്? അത് ഏത് സഭയല്ല. ഈ മന്ത്രിസഭ രൂപീകരിച്ചിരിക്കുന്നത് ഏത് സഭയിൽ നിന്നാണ് കുട്ടികളെ? ലോകസഭയിലാണല്ലേ? ലോകസഭ. ഓക്കെ, അപ്പം ഗവൺമെന്റിനെതിരെയുള്ള അവിശ്വാസ പ്രമേയമാണെങ്കിൽ അത് ലോകസഭയിലാണ് ആദ്യം അവതരിപ്പിക്കേണ്ടത്. മനസ്സിലായല്ലോ കുട്ടികളെ? ലോകസഭയിലാണ്. ഓക്കെ, കാരണം മന്ത്രിസഭ രൂപം കൊണ്ടിരിക്കും. മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്തമുള്ളത് എങ്ങോട്ടാണ്? മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്തമുള്ളത് ലോകസഭയോടാണ്. ഓക്കെ അല്ലേ? ചെയ്തോ? ഈ ക്വസ്റ്റ്യനും കൂടെ ഉള്ളൂ. ഈ ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് സെഷൻ കഴിയും. ഓക്കെ, ചേരുംപടി ചേർക്കാനാണ് ചോദ്യം. അഭയകിരണം പദ്ധതി നമ്മൾ നേരത്തെ പറഞ്ഞു, വിധവകൾക്കുള്ള പദ്ധതിയാണെന്ന് പറഞ്ഞല്ലേ? വിധവകൾക്കുള്ള പദ്ധതിയാണ്. വിദ്യാകിരണം പദ്ധതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്ക് വേണമെന്ന പിള്ളേരെ? വിദ്യാകിരണം പദ്ധതി വിദ്യാകിരണം പദ്ധതി വികലാംഗരുടെ മക്കൾക്ക് വിദ്യാഭ്യാസ സഹായം നൽകുന്നതാണ് വിദ്യാകിരണം. താലോലം പദ്ധതി മാരക രോഗങ്ങളുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ചികിത്സാ സഹായം. വിദ്യാജ്യോതി പദ്ധതി
PH, അതായത് എന്താണ് പിള്ളേരെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികളുടെ പഠനത്തിലുള്ള സാമ്പത്തിക സഹായം. ഓക്കെ അല്ലേ? അപ്പം ഏത് വരും? 1 C വരും, 1 C വരും, 2 D വരും, 3 A വരും. അപ്പോൾ ഓപ്ഷൻ C ആണ് ആൻസർ. ഓപ്ഷൻ C ആണ് ആൻസർ കേട്ടോ. ഓക്കെ. ഈ പദ്ധതികൾ നന്നായിട്ട് എന്ത് ചെയ്യുക കുട്ടികളെ? പഠിച്ചിരിക്കുക. ഈ പറഞ്ഞ പദ്ധതികളല്ലെങ്കിൽ നന്നായിട്ട് നോക്കിയിരിക്കുക നിങ്ങൾ. നിരാമയ പദ്ധതി, അതുപോലെ ഈ പറയുന്ന നമ്മുടെ ഈ നിരാമയ പദ്ധതി, ഈ പറയുന്ന അഭയകരണ പദ്ധതി ഇപ്പം സ്ഥിരമായിട്ട് ചോദിക്കുന്ന പദ്ധതികളാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. ഓക്കെ, നമുക്കിനി ബ്രേക്ക് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ബാക്കി നമുക്ക് എടുക്കാം. ഞാൻ വിചാരിക്കുമ്പോൾ എനിക്ക് എടുക്കാൻ പറ്റില്ല, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? PDF ഞാൻ ഇതൊരു 3-3:30 ആകുമ്പോൾ വർക്കൗട്ട് കഴിയും. ഉച്ചയ്ക്ക് ശേഷം കൂടെ എടുക്കുമ്പോൾ വർക്കൗട്ട് കഴിയും. അതിനുശേഷം ഞാൻ ഒരുമിച്ച് തരാം. ഇനി നമുക്ക് ഇനിയിപ്പോൾ എക്കണോമിക്സ് ഉണ്ട്, ജോഗ്രഫി ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, പിന്നെ ഫിസിക്സും കെമിസ്ട്രിയും കൂടെ പറ്റുമെങ്കിൽ എടുക്കാം.